Namaskaram, my dear ones. This is Nishant Raghunath here and welcome to a new video. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കസ്റ്റംസിൻ്റെ ഇൻട്രഡക്ഷൻ കണ്ടു. വി സോ ദ ബേസിക്സ് ഓഫ് കസ്റ്റംസ് ആക്ട് ആൻഡ് ഡെഫിനിഷൻസ് കണ്ടില്ല. ഡെഫിനിഷൻസ് എനിക്ക് തോന്നുന്നു അതിന് സെപ്പറേറ്റ് വീഡിയോ ഇട്ടരാം. അതങ്ങനെ കണ്ടോ, ഓൾ ദ ഡെഫിനിഷൻസ്. ഓക്കെ, അവിടെ ഈ ബാഗേജ്, ട്രാൻസിറ്റ്, ട്രാൻസ്ഷിപ്മെൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ഇട്ടരാം. ഈ വീഡിയോയിൽ വാട്ട് ഐ പ്ലാൻ ടു ഡു ഇസ് ഈ ടൈപ്സ് ഓഫ് ഡ്യൂട്ടി, വാല്യുവേഷൻ റൂൾസ് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് അസസബിൾ വാല്യൂ ആൻഡ് ഡ്യൂട്ടീസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് വാല്യുവേഷൻ റൂൾസ് വെച്ച് തുടങ്ങാം. വാല്യുവേഷൻ റൂൾസിൽ നിന്ന് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസിലേക്ക് പോവാം. So we'll do this now. Second video ഇതാക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇതാക്കാം. This is 1, this is 2, this is 3 and ഇത് 4. കമ്പ്യൂട്ടേഷൻ നമുക്ക് ലാസ്റ്റ് വയ്ക്കാം as seen here itself. അപ്പോൾ റൈറ്റ്, അപ്പോൾ വാല്യുവേഷൻ റൂൾസ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ലിങ്കിങ്, ആ സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എത്ര എന്താ പറഞ്ഞു വന്നതെന്നുള്ളത്. സി, കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണോ, കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഓൺലി ഫോർ ഗുഡ്സ് അല്ലേ? ഗുഡ്സിന് എപ്പോൾ വരുന്നത് ഇത്? ഐദർ വെൻ ദേ ആർ ഇമ്പോർട്ടഡ്, ഒന്നില്ലെങ്കിൽ അവരെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നൊരു ഡ്യൂട്ടിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി. ഓ, അതിനൊരു കറക്ഷൻ വന്നു, എൻ്റെ സ്പെല്ലിങ് ശരിയാക്കാനായിട്ട്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി. അപ്പോൾ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടിയും പറയുന്നത് എവിടെയാണ്? അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇസ് അണ്ടർ കസ്റ്റംസ് ടാരിഫ് ആക്ട്. അതൊരു വേറെ കളർ പേനൽ എഴുതാം. കസ്റ്റംസ് ടാരിഫ് ആക്ടിലാണ്, കസ്റ്റംസ് ടാരിഫ് ആക്ടിലാണ് 1975. അതിലാണ് ഇമ്പോർട്ട് ഡ്യൂട്ടിനെ കുറിച്ചും എക്സ്പോർട്ട് ഡ്യൂട്ടിയെ കുറിച്ചും പറയുന്നത്. ഓക്കെ, സത്യം പറഞ്ഞല്ലോ, നമുക്കിവിടെ ക്ലാസിഫിക്കേഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ടായി. നമുക്ക് ശരിക്കും ഇൻ ഡീറ്റെയിൽ പഠിക്കാനുള്ളതായിരുന്നു. ഫൈനലി നല്ലപോലെ പഠിക്കാൻ ഇന്റർലോക്ഷൻ എടുത്ത് കളഞ്ഞു. അത് അതിനെ വെട്ടിച്ചുരുക്കി നിസ്സാരമായൊരു പാരഗ്രാഫിലേക്ക് ഒതുക്കി. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ നോക്കാം, ഈ വീഡിയോയുടെ തന്നെ പറഞ്ഞുതരാൻ പറ്റുമോ നോക്കാം. ഇഫ് പോസിബിൾ വീഡിയോയുടെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ വീഡിയോയുടെ ചെയ്യാം. അപ്പോൾ ഇനി ഇമ്പോർട്ട് ഡ്യൂട്ടിയോ എക്സ്പോർട്ട് ഡ്യൂട്ടിയോ വരുന്നു. അത് ഗുഡ്സ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ യു ഹാവ് ടു പേ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യണം. ഈ കസ്റ്റംസ് ഡ്യൂട്ടി എങ്ങനെയാണ് പേ ചെയ്യുന്നത്? ഫസ്റ്റ് യു ഫൈൻഡ് ഔട്ട് വാല്യൂ ഓഫ് ദ ഗുഡ്സ്. അതിൻ്റെ കൂടെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, റേറ്റ് ഓഫ് ഡ്യൂട്ടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാ? ഈ ഗുഡ്സിൻ്റെ വാല്യൂ എന്താണ്? വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ദീസ് ഗുഡ്സ്? എന്താണ് ഈ ഗുഡ്സിൻ്റെ വാല്യൂ? നെക്സ്റ്റ്, റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്തെടുക്കണം? തേർഡ്, എന്ത് റേറ്റ് ഓഫ് ഡ്യൂട്ടി എടുക്കണം? അപ്പോൾ നമുക്ക് അസസ്മെന്റ് വരുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് അസസബിൾ വാല്യൂ, അതായത് നമ്മുടെ ലാസ്റ്റ് പാർട്ട് എവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് അസസബിൾ വാല്യൂ ആൻഡ് ഡ്യൂട്ടീസ് വരുന്നത്. അപ്പം അസസബിൾ വാല്യൂയും ഡ്യൂട്ടീസും വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 സാധനങ്ങളായത്. ഈ 3 സാധനങ്ങൾ കവർ ചെയ്യാനായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ഈ വീഡിയോ കൊണ്ട് പറഞ്ഞുതരാം. പക്ഷേ തീരില്ല, ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തീരില്ല. ഐ ട്രൈ മൈ മാക്സ് എത്ര കയറുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വേറെ നെക്സ്റ്റ് വീഡിയോയിലും കൂടെ കൊണ്ട് നമുക്ക് അസസബിൾ വാല്യൂ കമ്പ്യൂട്ടേഷൻ തീർക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായ വാല്യൂ, നമുക്ക് വാല്യൂ ഫസ്റ്റ് കാണാം. വാല്യൂ ആണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസും കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് കാണാം. ഇത് രണ്ടും പഠിച്ച് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഓൾറൈറ്റ്, ഫസ്റ്റ് ഹെഡിങ് ഓൺ ടു വാല്യൂ. സി, കസ്റ്റംസിലെ വാല്യൂ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു മൾട്ടി സ്റ്റേജ് പ്രോസസ്സാണ്. നമുക്ക് വാല്യുവേഷൻ റൂൾസ് ഉണ്ട്. എന്തിന്? ഗുഡ്സിനെ വാല്യൂ ചെയ്യാൻ. ഈ വാല്യുവേഷൻ റൂൾസ് രണ്ടാണ്. ഇമ്പോർട്ട് ആയാലും എക്സ്പോർട്ട് ആയാലും രണ്ടാണ്. ഇമ്പോർട്ടിന് ഒന്ന്, എക്സ്പോർട്ടിന് വേറൊന്ന്. ഇമ്പോർട്ടിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്, എക്സ്പോർട്ടിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. നമ്മുടെ സിലബസിൽ രണ്ടും ഉണ്ട്. പക്ഷേ എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ കൊല്ലങ്ങളായിട്ടുള്ള നമ്മുടെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അസസബിൾ വാല്യൂ കമ്പ്യൂട്ടേഷൻ എല്ലാം ചോദിക്കുമ്പോൾ ഇമ്പോർട്ടാണ് അവിടെ വരുന്നത്. ഇമ്പോർട്ടിൻ്റെ വാല്യൂഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ അത് എന്താ അവിടെ പറയുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. യെസ്, ലെറ്റ്സ് ഹെഡ് ടു മൈ നോട്ട്. റൈറ്റ്, അപ്പോൾ വാല്യുവേഷൻ ഓഫ് ഗുഡ്സ് അണ്ടർ കസ്റ്റംസ്. യെസ്, ഇപ്പോൾ ഇവിടെ പറയുന്നത് ഗുഡ്സ് ആർ വാല്യൂഡ് അറ്റ് മൾട്ടിപ്പിൾ സ്റ്റേജസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഈ വാല്യുവേഷനിൽ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം കാണിച്ചു തരാം. സെക്ഷൻ 14 ഓഫ് കസ്റ്റംസ് ആക്ടാണ് വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതിൽ സെക്ഷൻ 14 സബ്സെക്ഷൻ 1 പറയുന്നു ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ബേസിസിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതായത് ടാക്സ് അടയ്ക്കേണ്ട വാല്യൂ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ ബേസിസിൽ, അതായത് നമ്മൾ മറ്റേ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST സെക്ഷൻ 15 നമ്മൾ പഠിച്ചില്ലേ, ആ പരിപാടി. ഓക്കെ, അതാണ് അതേപോലത്തെ ഒരു സിമിലർ സെറ്റപ്പാണ് ഇവിടെ പറയുന്നത്. 14(2) പറയുന്നത് ടാരിഫ് വാല്യൂ. ടാരിഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ടാരിഫ് ആക്ട്, അതായത് CBIC നോട്ടിഫൈ ചെയ്യുന്നു ഇന്ന ഗുഡ്സിന് ഇതായിരിക്കണം വാല്യൂ.
അത് വരുന്ന പുതിയ ഗോൾഡ്, സിൽവർ ഇങ്ങനത്തെ സാധനങ്ങൾക്കാണ്. ഇപ്പോൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കൊന്നും വേണ്ട, CBIC പറയുന്നൊരു വാല്യൂ അതിനുണ്ട്. ഓക്കെ, ഇത്ര കൊണ്ടുവന്നാൽ ഞാൻ ഇത്ര വാല്യൂ, അതങ്ങനെ പറയുന്നില്ല, കണക്കങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ അത് സിമ്പിളാണ്, അതിന് പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്ക് പണി മുഴുവൻ വരാൻ പോകുന്നത് ഇതിൽ നിന്നാണ്. ഏതിൽ നിന്ന്? ട്രാൻസാക്ഷൻ വാല്യൂ നിന്ന്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ വാല്യൂ എന്നുള്ള സാധനം പല 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 സ്റ്റേജിലായിട്ടാണ് വാല്യൂ ചെയ്യപ്പെടുന്നത്. ആദ്യം വാല്യൂ ചെയ്യുന്നത് അറ്റ് ദ പ്ലേസ് ഓഫ് എക്സ്പോർട്ടേഷൻ, അതായത് ഏത് രാജ്യത്തു നിന്നാണ് ഇത് എക്സ്പോർട്ട് ചെയ്ത് അവിടെ വാല്യൂ ചെയ്യും. വാല്യൂ ചെയ്യുന്ന മൾട്ടിപ്പിൾ സ്റ്റേജസ് ആയിട്ടാണ്, 4 സ്റ്റേജ് ആയിട്ടാണ്. 4 സ്റ്റേജ് ആയിട്ട്. ഒന്ന് എക്സ് ഫാക്ടറി പ്രൈസ്, അതായത് ഈ പറഞ്ഞ സാധനം അവിടുത്തെ മാനുഫാക്ചറിനെ ഉണ്ടാക്കാൻ എന്ത് കോസ്റ്റ് വന്നു, അയാൾക്ക് എന്ത് പ്രോഫിറ്റ് വന്നു, അത് അയാളുടെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ പ്രൈസ്. ഇനി ഈ പറഞ്ഞ ഗുഡ്സ് ഇത് വരച്ച് കാണിക്കാം, ഇറ്റ് വിൽ ബി മച്ച് മോർ ബെറ്റർ. സോ സേ ദിസ് ഇസ് മൈ ദിസ് ഇസ് മൈ കൺട്രി ഓഫ് എക്സ്പോർട്ട്. ഇതാണ് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി. ഓക്കെ, സോ ഐ എം എക്സ്പോർട്ടിംഗ് അല്ല, ഇമ്പോർട്ടിംഗ്. ഇവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ഇന്ത്യ. ഇതാണ് ഇന്ത്യ. This is India. ഓക്കെ, ഇപ്പം ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഞാൻ എന്താ എക്സ്പോർട്ട് ചെയ്യുന്നത്? ഞാനൊരു മെർസിഡീസ് ബെൻസ് എക്സ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ബെൻസിൻ്റെ എസ് ക്ലാസ് അല്ലെങ്കിൽ AMG, SLS AMG. ഇല്ല വണ്ടിയുടെ പ്രൊഡക്ഷനിലൊന്നും, പക്ഷേ ജസ്റ്റ് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. അപ്പോൾ SLS AMG എക്സ്പോർട്ട് ചെയ്യാണ് ഇന്ത്യയിലേക്ക്. അപ്പോൾ ദിസ് ഇസ് കൺട്രി ഓഫ് ഇമ്പോർട്ട്, ഇന്ത്യ. ഇപ്പോൾ SLS AMG എൻ്റെ ഈ കാറ്, ദിസ് ഇസ് എ ഫാക്ടറി ഓഫ് ബെൻസിൻ്റെ ഫാക്ടറി ആണ്. ബെൻസിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൈസിനാണ് ചെയ്തിറങ്ങുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഈ കാർ റെഡിയായി. സോ ദിസ് ഇസ് മൈ കാർ. ഓക്കെ, ദിസ് ഇസ് മൈ കാർ. റെഡി ആയിട്ട് ഫാക്ടറിയിൽ ഒരു പ്രൈസിന് ഇറങ്ങി. ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രൈസാണ് എക്സ് ഫാക്ടറി പ്രൈസ്. ഇതിലെന്താ ഉള്ളത്? പ്രൊഡക്ഷൻ കോസ്റ്റും ആ കമ്പനിക്ക് വന്ന പ്രോഫിറ്റും, കമ്പനിക്ക് സാധനം ഉണ്ടാക്കാൻ എന്ത് കോസ്റ്റും അതിൻ്റെ അകത്ത് കിടക്കണേ. ഇനി ഈ ബെൻസിനെ എന്തെങ്കിലും മാർഗത്താൽ പറയുകയാണെങ്കിൽ ഒരു ലോറി കയറ്റി നോക്കി, ഒരു ലോറി കയറ്റി, ഒരു ട്രെയിലർ കയറ്റി. ഓക്കെ, ട്രെയിലറിലേക്ക് ബെൻസിനെടുത്ത് കയറ്റി. ഈ ട്രെയിലർ ഓടിക്കുന്ന ആൾ ഓടിച്ചിങ്ങനെ വഴി മുഴുവൻ വന്ന് ഓക്കെ ജർമ്മൻ പോർട്ടിലെത്തി. ഇതാണ് ജർമ്മൻ പോർട്ട്. ജർമ്മൻ പോർട്ടിൽ കൊണ്ടുവന്ന് ഈ ലോറി വന്ന് ഈ പെട്ടി ഇവിടെ ഇറക്കി വെച്ചു. ദിസ് ഇസ് ദ ജർമ്മൻ പോർട്ട്. പെട്ടി ഒന്ന് ഇറക്കി വെച്ചു, എൻ്റെ കാറോടുള്ള പെട്ടി ഇറക്കി വെച്ചു. ഇപ്പം ഇവിടം വരെ ഒരു കോസ്റ്റ് ഒന്നുമല്ലോ. അത് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി ഇതിനെ ലോഡ് ചെയ്ത് ഷിപ്പിൽ കയറ്റി, ഷിപ്പല്ല എന്താണ് നമ്മുടെ ലോറി കയറ്റി, ലോറിയുടെ ട്രാൻസ്പോർട്ടേഷൻ, ചിലപ്പോൾ ലോറി ഓട്ടം മുഴുവൻ ഓടാനായിട്ട് ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടാവും, അങ്ങനെ പല പല കോസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്ത് പോർട്ടിലൊന്ന് ഇറക്കി. ഇപ്പം ഇവിടെ നമ്മുടെ ഷിപ്പ് ഇരിക്കുകയാണ്, ഇവിടെ നമ്മുടെ ഷിപ്പ്, ഇവിടെ നമ്മുടെ ഷിപ്പ്. ഓക്കെ, നമ്മുടെ ഷിപ്പ് ഇവിടെ വന്നിരിക്കുമ്പോൾ, അതായത് എവിടെ കരയിൽ വന്ന്, അത് ഷിപ്പിലേക്ക് കയറിയിട്ടില്ല, ഇത് കടലാട്ടോ, ഇത് കടലാണ്. ഷിപ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നു, ഷിപ്പല്ല, പോർട്ടിൽ ഒന്ന് നിൽക്കുന്നു. അങ്ങനെ ഒന്ന് നിൽക്കുമ്പോഴുള്ള പ്രൈസിന്റെ പേരാണ് ഫ്രീ അലോങ് സൈഡ്. ഇനി ഈ പെട്ടിയെ കാറടങ്ങുന്ന ഈ പെട്ടിയെ പൊക്കിയെടുത്ത് നമ്മൾ ഷിപ്പിലോട്ട് കയറ്റി. അങ്ങനെ വരുമ്പോൾ എന്താ പറയുന്നത്, ഈ പോർട്ടിൽ നിന്ന് ലോഡിങ്ങും അൺലോഡിങ്ങും, ചിലപ്പോൾ ഇവിടെ ടാക്സോ ഡ്യൂട്ടി എന്തെങ്കിലുമൊക്കെ ഇവിടെ അടക്കേണ്ടതുണ്ടാവും, ഇവിടെ പല പല പേയ്മെന്റ്സ് അടക്കേണ്ടതുണ്ടാവും. അതൊക്കെ അടച്ചു തീർത്തു നമ്മൾ ഷിപ്പിലേക്ക് കയറ്റി. അപ്പോൾ ഒരു കോസ്റ്റ് കൂടിയല്ലോ. ആ കോസ്റ്റിന്റെ പേരാണ് ഫ്രീ ഓൺ ബോർഡ്, അതായത് ഷിപ്പിലേക്ക് കയറ്റിയപ്പോൾ വരുന്ന കോസ്റ്റ്. ഇപ്പം 3 കോസ്റ്റ് ആയിട്ടോ ഇപ്പോൾ. 1 എക്സ് ഫാക്ടറി പ്രൈസ്, 2 ഫ്രീ അലോങ് സൈഡ്, 3 ഫ്രീ ഓൺ ബോർഡ്. എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് പറയുന്നത് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അതിന്റെ പ്രൈസ്. ഫ്രീ അലോങ് സൈഡ് എന്ന് പറയുന്നത് ഷിപ്പിന്റെ സൈഡിൽ കൊണ്ടിട്ടപ്പോൾ എന്ത് പ്രൈസ് ഒന്നും അത്. ഫ്രീ ഓൺ ബോർഡ് എന്ന് പറയുന്നത് ഷിപ്പിന്റെ മോളിൽ കയറ്റി അപ്പോൾ വരുന്ന പ്രൈസ്, ഷിപ്പിന്റെ മോളിൽ കയറ്റി. ഇനി എന്താ ഡ്യൂട്ടി ഉള്ളത്? ഈ ഷിപ്പ് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യണം. ഈ ഷിപ്പ് നേരെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യണം. കറക്റ്റ്, ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ അതിലെന്തൊക്കെ കോസ്റ്റ് വരും? ഈ ഷിപ്പിന്റെ കൂലി വരില്ലേ, ഷിപ്പിന്റെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വരില്ലേ? യെസ്, ട്രാൻസ്പോർട്ടേഷൻ്റെ കൂടെ ഇൻഷുറൻസ് വരില്ലേ? തീർച്ചയായിട്ടും വരും അല്ലേ? അപ്പം അങ്ങനെ ഈ ഫ്രീ ഓൺ ബോർഡിൻ്റെ കൂടെ ട്രാൻസ്പോർട്ടേഷനും ഇൻഷുറൻസും കൂടെ കയറുമ്പോൾ, അപ്പോൾ ഈ ഫ്രീ ഓൺ ബോർഡിനൂടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഷുറൻസും കൂടെ കയറുമ്പോൾ അതിന് നമ്മൾ വിളിക്കും CIF, കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ ഷിപ്പ് ഫ്രീ ഓൺ ബോർഡ് ഉൾപ്പെടെ
വന്ന് നമ്മുടെ ഇന്ത്യൻ കരയ്ക്കെത്തി. അപ്പൊ എന്തൊക്കെ വന്നു? ഈ ഫ്രീ ഓൺ ബോർഡ് വന്നു, അതിൻ്റെ കൂടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഷുറൻസും വന്നു. ഇപ്പൊ ഇന്ത്യൻ കര വരെ എത്തുന്ന എല്ലാ കോസ്റ്റും CIF ഉണ്ടാകും. ഈ CIF ആണ് നമ്മുടെ അസസബിൾ വാല്യൂ. ഇന്ത്യൻ കര വരെയുള്ള എല്ലാ കോസ്റ്റും ഇന്ത്യൻ കര എത്തി. ഇനി ഇവിടെ വരുമ്പോൾ എന്താ കാണാൻ പോണത്? നമ്മള് ഇവിടെ ഇന്ത്യൻ പോർട്ടാണ്. ഇന്ത്യൻ പോർട്ടിൽ ഒരു പോർട്ട് ഓഫീസർ ഉണ്ടാവും. ചിലപ്പോൾ ഈ പെട്ടി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ഇറങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടാവും. ആ ലോഡിങ്ങും അൺലോഡിംഗ് ഒക്കെ ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് അൺലോഡിംഗ് ചാർജ് ഒക്കെ ഉണ്ടാവും. ഇതിന് കുറേ കാശ് ഇവിടെ ചിലവാകും അല്ലേ? പിന്നെ ഇവിടെ ക്ലിയറൻസ് എടുത്ത് ഗുഡ്സിനെ പാസ്സാക്കി വിടണം. എടുത്ത് ഇവിടുന്ന് ഒരു ലോറിയിൽ ഇതേപോലെ കയറ്റി ഈ ഗുഡ്സിനെ ഇതേപോലെ ലോറിയിലേക്ക് കയറ്റി. ഇനി ലോറി ഇതേപോലെ ഓടിച്ച് ഇവിടുത്തെ ഇന്ത്യൻ മെർസിഡീസ് ബെൻസിന്റെ ഷോറൂമിലെത്തി. എന്നിട്ട് ഇവിടെ കാർ ഇറക്കി വെച്ചു. കറക്റ്റ്. ദിസ് ഇസ് എ ബെൻസ് ഷോറൂം. ഓക്കെ. ഇനി ഇവിടെ നിന്ന് ഈ കാറ് വിറ്റ് പോകുന്നു. അപ്പോൾ ഇവിടെയും കുറേ കോസ്റ്റ് വന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ലോറി ഇവിടം വരെ എത്താനായിട്ട്, ലോറി ഓട്ടം മുഴുവൻ ഓടാനായിട്ട് അതിൻ്റെ ഇൻഷുറൻസും ഫ്ലൈറ്റും ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടാവും. അതൊന്നും കസ്റ്റംസുകാർക്ക് അറിയണ്ട. അതൊന്നും അറിയണ്ട. കസ്റ്റംസുകാർക്ക് ദിവട്ടം വരെയുള്ള കോസ്റ്റ്. എവിടം വരെയുള്ളത്? നമ്മുടെ രാജ്യത്തിൻ്റെ കര വരെയുള്ള കോസ്റ്റ്, അതായത് നമ്മുടെ അസസബിൾ വാല്യൂ, അതായത് CIF. അതാണ് നമ്മുടെ അസസബിൾ വാല്യൂ. ഇപ്പുറത്ത് വരുന്ന കോസ്റ്റ് ഒന്നും തന്നെ അറിയണ്ട. ഇന്ത്യയിൽ വരുന്ന കോസ്റ്റ് ഒന്നും തന്നെ അറിയണ്ട. ക്ലിയർ? ഇതാണ് അസസബിൾ വാല്യൂ. മനസ്സിലായോ? ഇത്ര സിമ്പിളാണ് സംഗതി. യെസ്. ഇനി നമുക്ക് നമ്മുടെ നോട്ടിലേക്ക് കിടക്കാം. അറ്റ് ദ പ്ലേസ് ഓഫ് എക്സ്പോർട്ടേഷൻ പല കോസ്റ്റ് ഉണ്ട്. അത് എക്സ് ഫാക്ടറി പ്രൈസ്. നെക്സ്റ്റ് ഫ്രീ അലോങ് സൈഡ് ഷിപ്പ്. അതെന്താ? എക്സ് ഫാക്ടറി പ്രൈസ് പ്ലസ് ലോഡിംഗ് ടു ട്രാൻസ്പോർട്ട് ലോറിയിലേക്ക് കയറ്റുന്നു, ലോറി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ലോറി അവിടെ നിന്ന് ക്യാരി ആൻഡ് ഫോർവേഡ് ഏജൻസിന്റെ ജർമ്മൻ പോർട്ട് വരെ എത്തിക്കുന്നു. ഇനി അവിടെ ചില ക്ലിയറൻസ് വല്ലതും മേടിക്കുന്നത് മേടിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് ഫ്രീ ഓൺ ബോർഡ്. അതെന്താ? തൊട്ടും കര വരെ എത്തി, കരയാവുന്ന സാധനം വെസലിലേക്ക് കയറ്റുന്നു, അത് ഷിപ്പിലേക്ക് കയറ്റുന്നു. ഇനി ഷിപ്പിലേക്ക് കയറ്റുമ്പോൾ ഇതിന് എക്സ്പോർട്ട് ടാക്സ് അടയ്ക്കുന്നത് അടയ്ക്കണം. ആൻഡ് ഫൈനലി കംസ് CIF, കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ്. അതെന്താ? FOB പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ഇൻഷുറൻസ് ടു ദ പ്ലേസ് ഓഫ് ഇമ്പോർട്ട്. ഇന്ത്യയിലേക്കുള്ള ഷിപ്പിന്റെ ടിക്കറ്റും ഷിപ്പിന്റെ ഇൻഷുറൻസും കൂടെ എടുക്കുന്നു. തീർന്നു. ആൻഡ് ദിസ് ഇസ് യുവർ അസസബിൾ വാല്യൂ. ഇനി ഇന്ത്യയിലേക്ക് എന്നിട്ട് പല കോസ്റ്റുകൾ എന്താകാം? മെനി കോസ്റ്റ് വിൽ ബി ദെയർ. ഒരൊറ്റ എനി കോസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യ ഡസ് നോട്ട് ഹാവ് ടു ബി ഇൻക്ലൂഡഡ്. അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് കസ്റ്റംസിൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കുറേ റൂൾസ് ഓഫ് വാല്യുവേഷൻ ഒക്കെ ഉണ്ട്. സെക്ഷൻ 14(1) വരുന്നത് കുറേ റൂൾസും ഉണ്ട്. അപ്പം ഞാൻ ആ റൂൾസ് സ്ട്രെയിറ്റ് ഓർഡറിലായിരിക്കില്ല പഠിക്കുന്നത്. നമുക്ക് 3, 4, 5, 6, 7, 8, 9, 10, 11 ഇതിങ്ങനെ പഠിക്കണ്ടേ? 3, 4, 5, 6, 7, 8, 9, 10, 11, 12. നമ്മൾ പഠിക്കുന്നത് എങ്ങനെയായിരിക്കും അറിയാമോ? നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് റൂൾ 11, 12, 3 ഇത് മൂന്നും കപ്പിൾ ചെയ്തായിരിക്കും പഠിക്കുന്നത്. റൂൾ 3, 11 and 12. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 to 9 വരെ പോകും. സോറി, റൂൾ 3, 11, 12 എന്നല്ല. ആദ്യം നമ്മൾ 11ഉം 12ഉം കാണും. ഓക്കെ. ആദ്യം നമ്മൾ 11ഉം 12ഉം കാണും. അതിൻ്റെ കൂടെ കഴിഞ്ഞ ഉടനെ 3ഉം 10ഉം കാണും. ഇത് 3ഉം 10ഉം കഴിഞ്ഞിട്ട് നമ്മൾ 4, 5, 6, 7, 8, 9 കാണും. അപ്പോൾ ആ ഒരു ഓർഡറിലായിരിക്കും പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോരോ റൂളായിട്ട് കണ്ടാലോ? യെസ്. അപ്പോൾ നമ്മൾ ഈ റൂൾസിന്റെ വരവ്, അത് ഈ റൂളായി പറഞ്ഞു, അതെ ഒരു കഥയായിട്ട് നമുക്ക് പഠിക്കാം. 14(1) എന്താ പറയുന്നത്? വാല്യൂ ആസ് പെർ ട്രാൻസാക്ഷൻ വാല്യൂ. അത് നമ്മളിപ്പോൾ കണ്ട ഈ കാൽക്കുലേഷൻ CIF ഇസ് ഡൺ വെൻ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഈ പറയുന്ന 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് CIF, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വാല്യൂയിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്തൊക്കെയാ കണ്ടീഷൻസ്? ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ ഫോർ ദ ഗുഡ്സ്. ഓക്കെ, പ്ലീസ് ടു അണ്ടർസ്റ്റാൻഡ്, CIF കണ്ടുപിടിക്കാൻ പല റൂൾസും പല രീതിയുണ്ട്. ഇവിടെ പറയുന്ന 14(1) പ്രകാരം വാല്യൂ എടുക്കാനുള്ള കണ്ടീഷൻസ് ആണ് കേട്ടോ. 14(1) പ്രകാരം ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കാനായിട്ട്. സോ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ. അതായത് ഞാനിപ്പോൾ ബെൻസ് ഇറക്കി, ബെൻസിന് ഇപ്പോൾ 2 കോടി ആയിരിക്കാം പ്രൈസ്, ഞാൻ 1.50 ആയിരിക്കാം കൊടുത്തത്. 2 കോടിയുടെ ബെൻസ് ആയിരിക്കാം, ഞാൻ കൊടുത്തത് 1.20 ആയിരിക്കാം, ബാക്കി 80 ലക്ഷം കൊടുക്കാൻ വെച്ചിട്ടുണ്ടാവും. കുഴപ്പമില്ല, പ്രൈസ് പെയ്ഡോ പേയബിൾ ആയാലും കുഴപ്പമില്ല. നെക്സ്റ്റ്, വെൻ സോൾഡ് ഫോർ എക്സ്പോർട്ട് ടു ഇന്ത്യ, അത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വിറ്റതായിരിക്കണം. പോരെ. നെക്സ്റ്റ്, ഫോർ ഡെലിവറി അറ്റ് ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് ഇമ്പോർട്ടേഷൻ, ആ ഡെലിവറി ഇന്ത്യയിലേക്ക് തന്നെ ആയിരിക്കണം. മനസ്സിലായോ? അറ്റ് ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് ഇമ്പോർട്ടേഷൻ, ആ സമയത്ത് ഇന്ത്യയിലേക്ക് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് ഡെലിവർ ചെയ്യുന്ന പോയിന്റിൽ വേണം ട്രാൻസാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് വേറെ എവിടെയോ ഡെലിവർ ചെയ്യുന്ന സമയത്തുള്ള വാല്യൂ അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വെൻ ദ ബയർ ആൻഡ് സെല്ലർ ഓഫ് ദ ഗുഡ്സ് ആർ നോട്ട് റിലേറ്റഡ്. ഇപ്പോൾ മെർസിഡീസിന്റെ ജർമ്മനിയിലുള്ള പാർട്ടി ഞാനും റിലേറ്റഡ് ആവരുത്.
ആൻഡ് ഫൈനലി ലാസ്റ്റ്, പ്രൈസ് ഇസ് ദ സോൾ കൺസിഡറേഷൻ. പ്രൈസ് മാത്രമായിരിക്കണം ഇവിടുത്തെ കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദി കണ്ടീഷൻസ് ആർ ടു ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഈ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ അറിയോ, എൻ്റെ ഗുഡ്സ്, ഞാനിപ്പോൾ ഇന്ത്യയിലാണല്ലോ, ഞാൻ ഇവിടെയാണല്ലോ, ഇതാണ് ഞാൻ എൻ്റെ ഗുഡ്സ് ഇവിടെ എത്തി, ഇവിടെ കൊണ്ട് ഈ പെട്ടി ഇറക്കുമ്പോൾ പ്രോപ്പർ ഓഫീസർ വന്നു. പ്രോപ്പർ ഓഫീസർ നമുക്കൊരു തൊപ്പിയൊക്കെ വെച്ച് വരയ്ക്കാം, തൊപ്പിയൊക്കെ വെച്ച് ഓഫീസർ വന്നു. ഓഫീസർ എടുത്ത് ഞാൻ കൊണ്ട് കുറേ പേപ്പേഴ്സ് കൊടുക്കും. സാറേ ഞാൻ പറഞ്ഞില്ല സത്യമായിട്ട് ഞാനിവിടെ സൈൻ ചെയ്ത് കൊടുക്കും. എന്താ, ഒരു ഡിക്ലറേഷനാണ്. ആ ഡിക്ലറേഷനാണ് റൂൾ 11 നിന്ന് വരുന്നത്. ഫസ്റ്റ് റൂൾ നമ്മൾ പഠിക്കുകയാണ്, റൂൾ 11 ഡിക്ലറേഷൻ. കണ്ടോളൂ, ഞാൻ ആ ഗുഡ്സ് ഇവിടെ എത്തുമ്പോൾ റൂൾ 11 പ്രകാരം ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. അതൊന്നിൽ എനിക്ക് ചെയ്യാൻ ഏജന്റ് ചെയ്യാം. എന്താ അവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഗുഡ്സിനെ പറ്റി, ഈ കാറിനെ പറ്റി എല്ലാം, അതിന്റെ വാല്യൂ എല്ലാം കറക്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ള ഒരു സത്യവാങ്മൂലം പോലെ ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നു. ഇനി റൂൾ 12 എന്ന് പറയുന്നു, ഇഫ് പ്രോപ്പർ ഓഫീസർ ഹാസ് എനി ഡൗട്ട്, ഇതിന്റെ ഓഫീസറിന്, കസ്റ്റംസ് ഓഫീസറിന് ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുള്ളിക്ക് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കണം, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. അപ്പൊ നമ്മളോട് ചോദിക്കാം, ഇതിന് വേണ്ട എവിഡൻസ് തരാൻ, എല്ലാ തെളിവോ വേറെ വല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറയാം, ഒക്കെ നമ്മൾ കൊടുക്കുന്നു. പ്രോപ്പർ ഓഫീസർ അത് കണ്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്ത് പറ്റുന്ന അറിയാമോ, നമ്മൾ കൊടുത്ത ഈ വാല്യൂ ഇല്ലേ, നമ്മൾ ഇവിടെ കൊടുത്ത വാല്യൂ ഇല്ലേ, അതങ്ങ് റിജക്റ്റ് ചെയ്യും. പറയുന്നു, നിങ്ങൾ പറഞ്ഞാൽ ശരിയല്ല, നിങ്ങളും ആ ബെൻസ് കച്ചവടക്കാരൻ, ജർമ്മനിലെ ബെൻസുകാരും എന്തോ ഒരു ബന്ധമുണ്ട്, അവർ വില കുറച്ച് ഇന്ത്യയെ കാണിക്കാൻ നോക്കി, ഞങ്ങളെ സമ്മതിക്കില്ല. അങ്ങനെ റിജക്റ്റ് ചെയ്യലെന്ത് പറ്റും, റീഅസസ്മെന്റിലേക്ക് പോകും. റീഅസസ്മെന്റ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പ്രോപ്പർ ഓഫീസറെ സംശയമൊന്നുമില്ല, നമ്മൾ പറഞ്ഞതൊക്കെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് വെക്കുക. അങ്ങനെ ആക്സെപ്റ്റ് എന്ത് പറ്റും, ഇമ്പോർട്ടേഴ്സ് റൂൾ 3ലേക്ക് കയറി. അപ്പോൾ നമ്മൾ റൂൾ 11 കണ്ടു, റൂൾ 12 കണ്ടു, റൂൾ 3ലേക്ക് നമ്മൾ കയറുകയാണ്. റൂൾ 3ലെ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണത്? ഒന്ന്, സെയിൽ ഇസ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ട്രേഡ് അണ്ടർ ഫുള്ളി കോമ്പറ്റീറ്റീവ് കണ്ടീഷൻസ്. ഇത് ഫെയർ ട്രേഡിലാണ് ഈ കച്ചവടം നടത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, there is no restriction as to the disposition of use of the goods by the buyer other than the restrictions which are, അതായത് ഈ മേടിക്കുന്ന ആൾക്ക് ഈ ഗുഡ്സ് ഉപയോഗിക്കാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പൊ ഞാനാണ് ഈ ബെൻസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ഇമ്പോർട്ടറിനോട് അവിടുത്തെ ജർമ്മനിയിലെ ആൾ പറയുന്നത് ഇന്നതിന് ഉപയോഗിക്കരുത്, ഇന്നതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷേ നിയമം പറയുന്ന റെസ്ട്രിക്ഷനോ പബ്ലിക് അതോറിറ്റീസ് പറയുന്ന റെസ്ട്രിക്ഷൻസോ ആവാം. ഇന്ത്യയിൽ പറയുന്നത്, ഇന്ത്യയിലെ ഏരിയ ബേസ്ഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അതാവാം. ചില സ്ഥലങ്ങളിൽ ചിലത് ചെയ്യാൻ പാടില്ല, ചില ഗുഡ്സ് വിൽക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടതാവാം. ഇനി വേറെ എന്ത് റെസ്ട്രിക്ഷനോ ആവാം, അത് പക്ഷെ ഗുഡ്സിന്റെ വാല്യൂവിനെ ബാധിക്കരുത്. ഒരു കാരണവശാലും ഗുഡ്സിന്റെ വാല്യൂവിനെ ബാധിക്കരുത്. മനസ്സിലായോ? യെസ്. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഫെയർ ട്രേഡിൽ ഫുള്ളി കോമ്പറ്റീറ്റീവ് കണ്ടീഷൻസിലാണ് ഈ കച്ചവടം നടന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്താ? ഒരു റെസ്ട്രിക്ഷനും പാടില്ല ഈ കച്ചവടത്തിൽ. ഓക്കെ, നെക്സ്റ്റ്, the sale or price, ശ്രദ്ധിച്ചേക്കുക, the sale or price is not subject to condition or consideration for which value cannot be determined. അതായത് ഈ കച്ചവടത്തിൽ ഒരു കണ്ടീഷൻ പാടില്ല, വേറെ ഈ കണ്ടീഷനിലൂടെ, ഈ കണ്ടീഷൻ കാരണം ഈ കച്ചവടത്തിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സെയിൽ ഓർ പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉറപ്പുവരുത്തണം ഈ സെയിലിനോ പ്രൈസിനോ വേറെ കണ്ടീഷനോ ഒരു കൺസിഡറേഷനോ ഒന്നും ഇല്ല. കാരണം എന്താ? ഇത് കാരണം ഇതിന്റെ വാല്യൂനെ എഫക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എനി പാർട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് സബ്സീക്വന്റ് റീസെയിൽ. ഇപ്പൊ ജർമ്മനിയിൽ ഞാനത് കൊണ്ടുവന്ന് ഇറക്കി, ജർമ്മനിയിൽ നിന്ന് ബെൻസ് കൊണ്ട് ഞാൻ എൻ്റെ ഷോറൂമിൽ ഇറക്കി, ഇനി എൻ്റെ ഷോറൂമിൽ നിന്ന് ഞാനത് എൻ്റെ കസ്റ്റമറിന് വിൽക്കുമല്ലോ. അങ്ങനെ വിൽക്കുമ്പോൾ ഞാൻ ഒന്നും തന്നെ ജർമ്മനിയിലേക്ക് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരരുത്. അപ്പൊ എനി പാർട്സ് ഓഫ് പ്രൊസീഡ്സ് ഓഫ് സബ്സീക്വന്റ് റീസെയിൽ, ഞാനത് ഇന്ത്യയെ കൊണ്ടുവന്ന് ഞാൻ റീസെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും തന്നെ ഞാൻ ജർമ്മനിയിലേക്ക് സെല്ലറിന് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരരുത്. ഇനി ഷെയർ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ അതിന് അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. And finally, നേരത്തെ പറഞ്ഞത് the buyer and seller are not related. Okay, the buyer and seller are not related. ഇനി റിലേറ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല. എപ്പോഴാണെന്ന് അറിയോ? അവിടെ റൂൾ 33 വരണേ. റൂൾ 33 പറയുമ്പോൾ നമുക്ക് റൂൾസ് എല്ലാം ഉണ്ടല്ലോ, വേറെ കളറിൽ. റൂൾ 33 പറയുന്നു റിലേഷൻഷിപ്പ് കുഴപ്പമില്ല. എപ്പോ? അത് പ്രൈസിനെ എഫക്ട് ചെയ്യുന്നില്ല. ഇനി റിലേഷൻഷിപ്പ് വന്നു, പ്രൈസിനെ എഫക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇതല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാവുന്നത്? ഈ റൂൾ 4, 5, 6, 7, 8 വെച്ച് കണ്ടുപിടിക്കാം. ഈ 4, 5, 6 ഇല്ല, 6 വരില്ല കേട്ടോ. 6 ഒരു സ്പെഷ്യൽ റൂളാണ്. 6 പറഞ്ഞാലും കാൽക്കുലേഷൻ ഇല്ല. എന്താ ഞാൻ പറഞ്ഞത്? അത് റൂൾ 4, 5, 7, 8 പ്രകാരമുള്ള കാൽക്കുലേഷനിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചപ്പോഴും ഈ റിലേറ്റഡ് പാർട്ടീസ് തമ്മിലുള്ള കച്ചവടം കറക്റ്റ് ആയിരുന്നു. പക്ഷേ രണ്ടുപേരും തമ്മിൽ കച്ചവടം, ഇവർ രണ്ട് റിലേറ്റഡ് പാർട്ടീസാണ്, ഇവർ തമ്മിലുള്ള ഒരു വാല്യൂ കണ്ടുപിടിച്ചു. ആ വാല്യൂ ഇവരുടെ ബന്ധം കാരണം എഫക്റ്റഡ് ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഈ റൂൾസ് വെച്ച് നോക്കിയപ്പോഴും ഈ വാല്യൂ ഏതാണ്ട് ശരിയാണ്, തെറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ
കസ്റ്റംസ് ആക്ട് പറയുന്നത് എന്താ? യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ, അസസബിൾ വാല്യൂ, സബ്ജക്ട് ടു അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ റൂൾ 10. റൂൾ 10ൽ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സോടുകൂടെ നിങ്ങൾക്ക് റൂൾ 3യിൽ നിന്നും വാല്യൂ എടുക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നറിയോ? റൂൾ 10ൽ പറയുന്നത് എന്താണെന്നറിയോ? സിമ്പിൾ. എപ്പോഴും ഓർക്കുക, ഫ്രീ ഓൺ ബോർഡ് വെച്ച് വേണം തുടങ്ങാൻ. അതായത് വി സ്റ്റാർട്ട് വിത്ത് ദിസ് പ്രൈസ്. ഇത് വെച്ചാണ് തുടങ്ങുന്നത്. ഇത് വെച്ച് തുടങ്ങി അതിൻ്റെ കൂടെ കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തണം. നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കാം. നമ്പർ 1, എനി കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഓർക്കുക, സെല്ലിംഗ് കമ്മീഷൻ, എനി എക്സ്ട്രാ പാക്കിംഗ്, എനി എക്സ്ട്രാ കണ്ടെയ്നർ, ഇങ്ങനത്തെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. പ്ലീസ് ഡു കീപ്പ് ഇൻ മൈൻഡ്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ടേബിളിന് വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ബേസിക് എക്സ്പ്ലനേഷൻ ഇവിടെ തരുന്നുള്ളൂ. ഈ ഷിപ്മെന്റുമായി സംബന്ധിച്ച വേറെ എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടോ, സെല്ലിംഗ് കമ്മീഷനോ പാക്കിങ്ങോ കണ്ടെയ്നർ ഉണ്ടോ, കയറ്റുക. ഈ ഷിപ്മെന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഡീഷണൽ കൺസിഡറേഷനോ അസിസ്റ്റൻസോ ബയ്യർ പേ ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ടോ, പേ ചെയ്തതുണ്ടോ, അത് കയറ്റുക. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും കേട്ടോ. എന്തെങ്കിലും റോയൽറ്റിയോ ലൈസൻസ് ഫീയോ ഇന്ത്യയിൽ കിടക്കണം, കേരളയിൽ കിടക്കണം, മെർസിഡീസ് ബെൻസ് മേടിച്ചാൽ ഞാൻ ഷോറൂം ഓണറായി ഞാൻ കൊടുക്കേണ്ടതുണ്ടോ, അത് കയറ്റുക. ഇനി ഞാനത് കൊണ്ടുവന്നു, 1 കോടിക്ക് ഞാൻ 2 കോടിക്ക് ഇവിടെ കൊണ്ടുവന്നു, എന്നിട്ട് ഞാനത് മറച്ചു വിറ്റപ്പോൾ അതിന്റെ കസ്റ്റമർ വിറ്റപ്പോൾ 3.5 കോടിക്ക് വിറ്റു. അപ്പൊ ജർമ്മനി കിടക്കുന്ന എൻ്റെ ആൾ പറഞ്ഞു, നീ എനിക്കിപ്പോൾ 2 കോടി തന്നാൽ മതി, പിന്നെ നീ വിൽക്കുമ്പോൾ നിനക്ക് 1.5 കോടി ലാഭം കിട്ടില്ലേ, അതിൽ നിന്നൊരു 20 ലക്ഷം എനിക്ക് തരാൻ പറഞ്ഞു. അതാണ് സബ്സീക്വന്റ് റീസെയിൽ. ഞാൻ എൻ്റെ കസ്റ്റമറിന് വിൽക്കുമ്പോൾ ഇതാണ് ജർമ്മനിയിലെ ബെൻസ് ഷോറൂം. അവർക്ക് ആദ്യം ഞാൻ 2 കോടി കൊടുത്തു. കൂടാതെ ഞാൻ എൻ്റെ കസ്റ്റമർ വിറ്റപ്പോൾ ഒരു 1.5 കോടി ലാഭം എനിക്കുണ്ടായി, അതിന് 20 ലക്ഷം കൂടെ കൊടുത്തു. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആഡ് ചെയ്യണം 20 ലക്ഷം. ഇനി ഫൈനലി എനി അതർ പേയ്മെന്റ് ആസ് എ കണ്ടീഷൻ ഓഫ് സെയിൽ, എന്തെങ്കിലും പേയ്മെന്റ് ഈ സെയിലിന്റെ ഭാഗമായിട്ട് ഞാൻ അവർക്ക് കൊടുത്തോ, സെയിലിന്റെ ഭാഗമായിട്ടെങ്കിലും കൊടുത്തോ, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ദീസ് ആർ അഡ്ജസ്റ്റ്മെന്റ്സ് അണ്ടർ റൂൾ 10(1). അപ്പോൾ റൂൾ നമുക്ക് പച്ചയ്ക്ക് ഹൈലൈറ്റ് ചെയ്യാം. ദാറ്റ്സ് ബെറ്റർ. റൂൾ 10(1) അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടണമെന്ന് അറിയാമോ? ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കണേ? നമ്മൾ നിൽക്കുന്നത് FOBയിലാണ്. ഇപ്പൊ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയില്ലേ, അഡ്ജസ്റ്റഡ് FOB കിട്ടി. ഇനി അഡ്ജസ്റ്റഡ് FOBയുടെ കൂടെ 10(2) പറയുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻഷുറൻസും, അതായിരുന്നില്ല ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഷുറൻസും, അതും കൂടെ ആഡ് ചെയ്ത് കിട്ടും. CIF കിട്ടും. അത്രേ ഉള്ളൂ. നമുക്ക് CIF കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CIF കിട്ടും. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എഴുതിക്കണ്ടോ? ഒന്നില്ലെങ്കിൽ ആക്ച്വൽ എടുക്കുക, ആക്ച്വലി ഇല്ലെങ്കിൽ ഇതിന്റെ 20% എടുക്കുക. ഇൻഷുറൻസ് ആണെങ്കിൽ ആക്ച്വൽ എടുക്കുക, അതില്ലെങ്കിൽ 1.125% ഓഫ് FOB എടുക്കുക. ഇനി ഇതിന് കുറച്ച് ചേഞ്ചസ് വരും. നമ്മൾ എയർ ആണോ, വാട്ടർ, ആകാശത്തൂടെ വരുന്നതാണോ, വെള്ളത്തിൽ കൂടെ വരുന്നതാണോ, അത് ഷിപ്പിൽ കൂടെ വരുന്നതാണോ, പ്ലെയിൻ കൂടെ വരുന്നതാണോ ഒക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കുക. അത് നമ്മൾ പഠിക്കും. ഇനി എങ്ങാനും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രോപ്പർ ഓഫീസറിന് സന്തോഷമായില്ല കിട്ടിയതിന്. റൂൾ 12 പ്രകാരം അയാൾ ഹാപ്പി അല്ല, അയാൾക്ക് റിജക്ട് ചെയ്യണമെന്ന് തോന്നി, നമ്മൾ പറഞ്ഞ വാല്യുവേഷൻ റിജക്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ സംഭവിച്ചെന്ന് അറിയോ? അങ്ങനെ സംഭവിച്ചാൽ റൂൾ 3(4) വരും. വാല്യൂ ടു ബി കാൽക്കുലേറ്റഡ് ഓർ ഡിറ്റർമിൻഡ് ആസ് പെർ വാല്യുവേഷൻ റൂൾസ്. ഇവിടെ വാല്യുവേഷൻ റൂൾസ് 4 തൊട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ കണ്ടു 14(1) പ്രകാരം ഒരാൾ വരികയാണെങ്കിൽ, 14 പ്രകാരം വാല്യൂ എടുക്കുകയാണെങ്കിൽ, കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ റൂൾ 11 പ്രകാരം ഡിക്ലറേഷൻ കൊടുക്കുന്നു. അത് ഡിക്ലറേഷൻ പ്രോപ്പർ ഓഫീസറിനെ ആക്സെപ്റ്റോ റിജക്റ്റോ റൂൾ 12 പ്രകാരം ചെയ്യാം. ഇനി അയാൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂൾ 3(2) വരുന്നു. അവിടെയും കുറേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അവിടെ ഒരു കണ്ടീഷൻ റിലേറ്റഡ് ആവരുത് എന്നുള്ളത്. റിലേറ്റഡ് ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന റൂൾ 3(3). റൂൾ 3(2) കൊണ്ട് റൂൾ 3(3) കണ്ടു. ഇപ്പോൾ റൂൾ 3(3) പ്രകാരം എല്ലാം ഓക്കെ ആയിട്ട് വരികയാണെങ്കിൽ റൂൾ 10 അവിടെ കയറി വരുന്നു. 10ന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തി അസസബിൾ വാല്യൂ കണ്ടുപിടിച്ചോളാനാ പറഞ്ഞത്. ഇനി റൂൾ 3(2) പ്രകാരമുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ പ്രശ്നമായി, അതായത് പ്രോപ്പർ ഓഫീസർ പറയുന്ന പോലെ എവിഡൻസ് കിട്ടിയില്ല, അയാൾ റിജക്ട് ചെയ്തു, അങ്ങനെയാണ് റൂൾ 3(4) കയറി വരും. അപ്പോൾ 3(2), 3(3), 3(4) നമ്മൾ ഇത്രയും റൂൾസാണ് ഇപ്പോൾ കണ്ടത് അല്ലേ? 3(4) എന്ന് പറയുന്നത് വാല്യുവേഷൻ റൂൾസ് പ്രകാരം വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പം എന്താണ് ഫസ്റ്റ് വാല്യുവേഷൻ റൂൾ? റൂൾ 4, ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ഐഡന്റിക്കൽ ഗുഡ്സ്. ഇപ്പം ഞാൻ എന്തായാലും SLS AMG ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ, ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇപ്പം ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന് SLS AMG ഇത് തന്നെ ഇന്ത്യയിലും കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഗുഡ്സിൻ്റെ വാല്യൂ 2.2 കോടി. ഇന്ത്യയിൽ ഈ സാധനം പോകുന്നത് 2.4 കോടിക്ക്. അതാണ് ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് ഐഡന്റിക്കൽ ഗുഡ്സ്. യെസ്, ഇന്ത്യയിലേക്ക് പൊതുവെ ഇത് വരാറുള്ളത്, പൊതുവെ SLS AMG വരാറുള്ള ഈ പ്രൈസാണ്. അപ്പം എന്തുകൊണ്ട് എൻ്റെ അത്ര സ്പെഷ്യൽ? എനിക്ക് വല്ല കസ്റ്റം പെയിൻ്റൊക്കെ അടിച്ച് കസ്റ്റം ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തായിരിക്കും എത്തിച്ചത്. അപ്പോൾ അസസിങ് ഓഫീസർ എന്ന് പറയാം, പൊന്ന് സാറേ, പൊതുവെ ഇവിടെ 2.4 കോടിക്കാണ് SLS AMG തന്നെ, ബെൻസ് തന്നെ. നിങ്ങൾ അതിനെക്കാട്ടും കുറച്ച് കാണിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇതേ വണ്ടി, സെയിം വണ്ടി, ഗുഡ്സ് ദാറ്റ് ആർ സിമിലർ ഇൻ ഓൾ ആസ്പെക്ട്. ചെറിയ ഡിഫറൻസ് ഉണ്ടോ, പെയിൻ്റൊക്കെ നിങ്ങൾ മാറ്റി അടിച്ച് കാണും. ഇതേ സമയം പൊതുവെ കഴിഞ്ഞ മാസം വന്നത്
ഇതേ ക്വാണ്ടിറ്റിയിൽ ഓരോന്നായിട്ട് കൊണ്ടുവന്നത് അല്ലേ? അതിന് 2.4 കോടി വന്നേക്കണേ. അപ്പം നിങ്ങൾ അങ്ങനെ 2.2 കാണിച്ചാൽ ശരിയാവും? പറ്റൂല. അപ്പം ഞാൻ പറയാം, സാർ വെയിറ്റ്, ഞാനിത് ഇറക്കിയത് ഇന്ന് നമ്മുടെ കേരളത്തിലാണ്. ഈ 2.4 കോടിയുടെ സാധനം വന്ന അത് അങ്ങ് കാശ്മീരിലാണ്. ഇത് കാശ്മീരെ ഇവിടെ വന്ന് നോക്കി. അപ്പം ഇവിടെ ഒന്ന് ഇറങ്ങി ഇവിടം വരെ പോണതിൻ്റെ ഒരു കോസ്റ്റ് കൂടി ഉണ്ട് സാർ, അതാ 2.4 കോടി വന്നേക്കണേന്നാവാം. അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്യാൻ കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് ബെൻസ് ജർമ്മനിക്ക് കാശ്മീരിൽ എത്തിക്കാൻ കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. അതായിക്കൂടെ സാറിന് ചോദിക്കണം. അപ്പോൾ സാറ് പറയാം, പ്രൊഫസർ പറയാം, അത് ശരിയാണല്ലോ പറയണേ. ഈ 2.4 കോടിയിൽ കേരളത്തിലേക്ക് വരെ ചിലപ്പോൾ 2.4 കോടി ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഇനി എങ്ങാനും ഫ്രൈറ്റും ഇൻഷുറൻസിനും മാറ്റം ഉണ്ടെങ്കിൽ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുക. അതായത് കേരളത്തിലേക്ക് വരുമ്പോൾ 2.4 വരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ തെളിയിച്ച് കാണിക്കുന്നത്. ഓക്കെ റൈറ്റ്. ഇനി എങ്ങാനും ഞാൻ നോക്കിയപ്പോൾ അസിംഗ് ഓഫീസർ നോക്കിയപ്പോൾ ബോംബെയിൽ ഈ സെയിം കാർ വന്നു 2.4 അല്ല കാശ്മീരിൽ 2.4 കോടിക്ക്, ബോംബെയിൽ ഈ കാർ വന്നു 2.1 കോടിക്ക്. അപ്പോൾ ഏത് വാല്യൂ എടുക്കും? ഏറ്റവും കുറഞ്ഞെടുക്കും, ബോംബെയിലുള്ളത് എടുക്കും. ഇഫ് ദർ ഇസ് മോർ ദാൻ 1 ട്രാൻസാക്ഷൻ വാല്യൂബിൾ, ഒന്നിൽ കൂടുതൽ വാല്യൂബിൾ ആണെങ്കിൽ കുറഞ്ഞ വാല്യൂ എടുക്കും. അത്രേ ഉള്ളൂ സംഗതി. ഇപ്പം എന്താ ഇവിടെ പറയുന്നത്? എക്സാക്ട് സെയിം വണ്ടി, സിമിലർ ഇൻ ഓൾ ആസ്പെക്ട്സ്, ഇതേ സമയം കഴിഞ്ഞ മാസം 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത മാസം വല്ലതും വരുന്നുണ്ടോ, അതിൻ്റെ വാല്യൂ എടുക്കുക. ഇനി ഇതേപോലെ ഒരു SLS AMG ഇല്ല. നോക്കിയപ്പോഴാണ് BMW ഒരു ഹൈ എൻഡ് പെർഫോമൻസ് M സീരീസ് ഒന്ന് ഇതേപോലെ വന്നു പോയായിരുന്നു. സിമിലർ ഗുഡ്സ്, സെയിം അല്ല, സിമിലർ ഗുഡ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോട്ട് അലൈക്ക് ഇൻ ഓൾ ആസ്പെക്ട്സ്, ഫുൾ 100% സെയിം അല്ല, പക്ഷേ ഏതാണ്ട് ഒരേപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഒരേപോലത്തെ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയേക്കുന്നു, ഒരേ ഫംഗ്ഷൻസ്, ഒരേ ഡെലിവറി, യെസ്, ആൻഡ് അവർ കമേഴ്ഷ്യലി ഇന്റർചേഞ്ചബിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെയാണ് BMW M സീരീസിന്റെ പ്രൈസ് ഇങ്ങനെ എടുത്തോന്നാ വേണം. മനസ്സിലായോ? യെസ്, അതേ ഗുഡ്സ് ഇല്ല, അപ്പം അതുപോലത്തെ, അതാണ് റൂൾ 5 പറയുന്നത്. അപ്പം അതേസമയം ഈ റൂൾ 4 വന്ന പോയിന്റ്സ് ABCD ഇതേ റൂൾസ് അവിടെ ആപ്ലിക്കബിൾ ആണ്. ഒരേ സമയത്ത് വന്നതായിരിക്കണം, ഒരേ ക്വാണ്ടിറ്റിയിൽ വന്നായിരിക്കണം. ഇനി കാശ്മീരോ കന്യാകുമാരി എവിടെ പോയേക്കണം അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. ഒന്നിൽ കൂടുതൽ വാല്യൂ ഉണ്ടെങ്കിൽ കുറഞ്ഞ് നമുക്ക് എടുക്കാം. ഇനി ആ BMW ഇല്ല, അപ്പോൾ ബെൻസും ഇല്ല, BMW ഇല്ല. ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഇന്ത്യയിലേക്ക് ഉണ്ട്. ഇതിന്റെ വാല്യൂ മനസ്സിലാവണേ ഇല്ല, ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടേ ഇല്ല. റൂൾ 6 വരും. റൂൾ 6 പറയുന്നു 3 4 5 കൊണ്ട് വാല്യൂ കിട്ടിയില്ലെങ്കിൽ, 3 4 5 കൊണ്ട്, 3 എന്ന് പറയുമ്പോൾ എന്താ 3ന്റെ കൂടെ 10 കയറി വന്നേ, 3 എന്ന് പറയുമ്പോൾ ഓർക്കുക 3ന്റെ കൂടെ 10 കയറി വന്നു. 3 10 4 5 3 വിത്ത് 10 4 and 5 വാല്യൂ കിട്ടിയില്ലെങ്കിൽ നേരെ പോയി 7 വെച്ച് വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് 7 നിന്ന് കിട്ടിയില്ലെങ്കിൽ 8 വെച്ച് വാല്യൂ കണ്ടുപിടിക്കുക. നേരെ പോയി 7 വെച്ച്, എന്നിട്ട് 7 നിന്ന് കിട്ടിയെങ്കിൽ 8 വെച്ച്. ഇനി എങ്ങാനും എനിക്ക് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയി പറയാം, അപ്രൂവൽ എടുത്തിട്ട് പറയാം, സാറേ 7 വെച്ചിട്ട് 7 നിന്ന് 8 പോകണ്ട, മറിച്ച് ആ ഓർഡർ ഒന്ന് റിവേഴ്സ് ചെയ്താൽ ഞാൻ 8 എടുക്കാം, 8 എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ 7ലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പറയുന്നത് എത്ര ഉള്ളൂ? 3 വെച്ച് പ്ലസ് 10 വാല്യൂ കിട്ടിയില്ല, 4 വെച്ച് കിട്ടിയില്ല, 5 വെച്ച് കിട്ടിയില്ല, 6 പറയുന്നു ഒരു കാര്യം ചെയ്യും, നേരെ നീ 7ലേക്ക് പോ, 7 വെച്ച് വാല്യൂ കണ്ടുപിടിക്കുക, 7 വെച്ച് കിട്ടിയില്ലെങ്കിൽ 8 വെച്ച് എടുക്കുക. ഓക്കെ, അപ്പോൾ 6 വെച്ച് വാല്യൂ കണ്ടുപിടിക്കലില്ല. 6 പറയുന്നു നേരെ 7ലേക്ക് പോയിക്കോ, അല്ലെങ്കിൽ ഏതാണ്ട് 7ൽ കിട്ടിയില്ലെങ്കിൽ 8ലേക്ക് പോയിക്കോളാം. വേണമെങ്കിൽ ഇത് റിവേഴ്സ് ചെയ്യാം. 6 പറയുന്നു നേരെ അത് 8ലേക്ക് പോകും, 8ൽ നിന്ന് പോയിട്ട് 7ലേക്ക് പോയിക്കോന്നും പറയാം. മനസ്സിലായോ? അതേ 6 പറയുന്നുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ, 6ന് പ്രത്യേകിച്ചൊരു റോളില്ല എന്ന് പറഞ്ഞാൽ മഞ്ഞേര് കളർ അടിച്ചിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കട്ടോ, ഇത് വാല്യുവേഷൻ റൂൾസ് ഓഫ് ഇമ്പോർട്ടാണ്. ഇമ്പോർട്ടിന്റെ വാല്യുവേഷൻ റൂൾസാണ്, എക്സ്പോർട്ടിനല്ല, എക്സ്പോർട്ടിന്റെ വേറെ കേട്ടോ. അപ്പോൾ റൂൾ 7 എന്താ പറയുന്നത്? ഡിഡക്റ്റീവ് വാല്യൂ എന്താ ചെയ്യാൻ പറഞ്ഞത് പറയുമ്പോൾ കാണിച്ചു തരാം. ഈ പറഞ്ഞ ഒരു വാല്യൂ ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, ഒന്നുമില്ലല്ലോ. ഞാൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ ഇവിടെ ഈ ബെഞ്ചിന്റെ സഹാരം വെച്ചിരിപ്പുണ്ടല്ലോ. എൻ്റെ കസ്റ്റമർ വന്നു, കസ്റ്റമർ ഈ കാർ വിറ്റു, കസ്റ്റമർ എനിക്ക് 4 കോടി തന്നു. 4 കോടി. ഈ 4 കോടി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ. ഇപ്പം എൻ്റെ പ്രോഫിറ്റ് സേര് 50 ലക്ഷം നോക്കി, ഇപ്പം എൻ്റെ കോസ്റ്റ് എത്രയാ? 3.5 കോടിയല്ലേ. ഇനി 3.5 കോടി എന്ന് പറഞ്ഞ കോസ്റ്റിൽ കുറേ കോസ്റ്റ് ഇന്ത്യയിൽ വന്നിട്ട് കയറിയതല്ലേ. സേ അങ്ങനെ 1 കോടി ഉണ്ട് നോക്കി, 1 കോടി അങ്ങനെ കുറച്ചു, 2.5 കോടിയാണ് ഇന്ത്യയിലുള്ള എൻ്റെ പ്രോഫിറ്റും ഇന്ത്യയിലുള്ള എൻ്റെ കോസ്റ്റും കൂടെ കഴിഞ്ഞുള്ള വാല്യൂ. അതായത് 2.5 കോടിക്കല്ലേ ഇത് ഇവിടെ സാധനം വന്നിറങ്ങിയേ. ഈ 2.5 കോടിയുടെ 1 കോടി ഇന്ത്യയിലുള്ള കോസ്റ്റ് പ്ലസ് എൻ്റെ പ്രോഫിറ്റ് 50 ലക്ഷം, അങ്ങനെയല്ലേ 4 കോടിയിലെത്തിയത് അല്ലേ. ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ. നമ്മുടെ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എടുക്കുക, അതിൽ നിന്ന് നമ്മുടെ പ്രോഫിറ്റോ നമ്മുടെ വേറെ എന്ത് എക്സ്പെൻസോ ഉണ്ടെങ്കിൽ, എക്സ്പെൻസ് ഇൻ ഇന്ത്യ, ഇതെല്ലാം ഇന്ത്യയിൽ കേട്ടോ, ഇന്ത്യയിലുള്ള എന്തുണ്ടെങ്കിലും കുറയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒരു വാല്യൂ കിട്ടുമല്ലോ. ഇതാണ് ഡിഡക്റ്റഡ് വാല്യൂ. അപ്പോൾ ബാക്കി നീ ബെഞ്ചിനെ ബാക്കി കൂടെ വർക്ക് ചെയ്ത് റിവേഴ്സ് കൊണ്ടത് ഇവിടുത്തെ വാല്യൂ കൊണ്ട് കണ്ടുപിടിച്ചു. അതാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താ? ഇന്ത്യയിൽ റീസെയിൽ പ്രൈസ് എടുക്കുക, ഒന്നില്ലെങ്കിൽ ഇതേ ഗുഡ്സിൻ്റെ നമ്മളിവിടെ വിൽക്കണേൻ്റെ, അല്ലെങ്കിൽ ഇതേപോലത്തെ സെയിം വേറെ S ക്ലാസ് ഉണ്ടോ, അല്ലെങ്കിൽ BMW ഉണ്ടോ,
അതിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷനോ എന്തെങ്കിലും പ്രോഫിറ്റോ എന്തെങ്കിലും എക്സ്പെൻസോ എന്തെങ്കിലും പ്രോസസ്സിംഗ് കോസ്റ്റ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? കുറയ്ക്കേ. ഇനി ഇന്ത്യയിൽ എന്തെങ്കിലും കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനോ കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തേ, ഈ ഷിപ്പിക്ക് ലോറി ഗേറ്റിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നേ, അപ്പം അതിൻ്റെ കോസ്റ്റിൽ കാണിച്ചേക്കണേ, അത് കുറച്ച് കളങ്ങട്, അത് വേണ്ട. ഓക്കെ, അതങ്ങോട്ട് കുറയ്ക്കേ. അത് ഇന്ത്യ വന്ന കോസ്റ്റല്ലേ. ഇനി പറയാൻ വിട്ടു ഒരു കാര്യം പറയട്ടെ. ഇവിടെ എത്തിയിട്ട് കസ്റ്റംസ് ഓഫീസറെ ഞാൻ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണ്ടേ? ഞാൻ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തു 40 ലക്ഷം രൂപ, 40 ലക്ഷം കസ്റ്റംസ് ഡ്യൂട്ടിയും കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഒരു 40 ലക്ഷം ഇന്ത്യയിൽ ഞാൻ 40 ലക്ഷം കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം 2.1 10 കോടിക്കല്ലേ ഇന്ത്യയിൽ ഈ സാധനം എത്തിയത് അല്ലേ? അപ്പോൾ ഈ 2 കോടി 10 ലക്ഷത്തിനത്തെ സാധനമാണ് വന്നപ്പോൾ തന്നെ ഇന്ത്യയിൽ 40 ലക്ഷം രൂപ കസ്റ്റംസ് കൊടുത്തു. ഇപ്പം 2.5 കോടിയായി. അതിൻ്റെ കൂടെ ഒരു 1 കോടി ഞാൻ ട്രാൻസ്പോർട്ടേഷൻ കൊടുത്തു, 3.5 കോടിയായി. എൻ്റെ ഷോറൂമിലെത്തി. എൻ്റെ ലാഭം ഒരു 50 ലക്ഷം അടിച്ചു. അങ്ങനെയല്ലേ 4 കോടിക്ക് വിറ്റേ. അപ്പോൾ 4 കോടി മൈനസ് 0.5 മൈനസ് 1 മൈനസ് 0.4 അത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെത്തിയ വാല്യൂ കിട്ടിയില്ലേ? അല്ലേ? അതാണ് ഈ പറയണത് ബാക്ക് വർക്കിംഗ്. ഓരോന്നിട്ട് മൈനസ് ചെയ്യും. അപ്പം നമുക്ക് ഡിഡക്റ്റീവ് അസസബിൾ വാല്യൂ കിട്ടും. മനസ്സിലായോ? യെസ്, ക്ലിയർ അല്ലേ? ഇനിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ദ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്, അതായത് ദി വാല്യൂ, റീസെയിൽ പ്രൈസ് വാല്യൂ, ഷാൽ ബി ബേസ്ഡ് ഓൺ ദ യൂണിറ്റ് പ്രൈസ് അറ്റ് വിച്ച് സച്ച് ഗുഡ്സ് ആർ സോൾഡ് ഇൻ ദ ഗ്രേറ്റസ്റ്റ് അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി ടു അൺറിലേറ്റഡ് പേഴ്സൺ. ഇപ്പം 2 സ്ഥലത്ത് ഈ എസ് ക്ലാസിൻ്റെ കച്ചവടം നടക്കണമെന്ന് നോക്കൂ. ഒരാൾ വിൽക്കുന്നു, വേറൊരാൾ വിൽക്കുന്നു. ഒരാൾ വിറ്റത് 4 കോടിക്ക്, മറ്റേ വിറ്റത് 4.2 കോടിക്ക്. ഇയാൾ 10 കാറ് വിറ്റു, ഇയാൾ 1 കാറാണ് വിറ്റ്. ഇയാളുടെ വാല്യൂ എടുക്കണം. കാരണം ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വിറ്റില്ലേ, ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഇയാൾ എടുക്കണം. പിന്നെ ഉറപ്പുവരുത്തണം ചെയ്യണം കച്ചവടം അൺറിലേറ്റഡ് പേഴ്സൺ, അത് ബന്ധമില്ലാത്ത ആൾക്കാർ വിറ്റുന്നത് ഉറപ്പുവരുത്തണം. ഇനി എങ്ങാനും ഇതേ സമയത്തെ പ്രൈസ് ആയിരിക്കണം. ഇതെടുക്കുമ്പോൾ ഇതേ കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് ഇതേ വണ്ടി വിറ്റു എന്നുള്ള പ്രൈസ് എടുക്കരുത്. അതേ ദിവസം അല്ലെങ്കിൽ അതേ കാലഘട്ടം ആ ടൈമിലുള്ള ഇതായിരിക്കണം. അല്ലെങ്കിൽ മാക്സിമം ഒരു 90 ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 3 മാസം 90 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം. അടുത്ത 3 മാസത്തിൽ ഈ വണ്ടി വിറ്റു എന്നുണ്ടോ, അങ്ങനെ അതിൻ്റെ വാല്യൂ എടുത്തോ എന്നാണ് പറയുന്നത്. അതാണ് ഡിഡക്റ്റീവ് വാല്യൂ. ഇനി ലാസ്റ്റ് വണ്ണാണ് കമ്പ്യൂട്ടഡ് വാല്യൂ. ഇത്തിരി തലവേദനയാണ്. നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മൾ ബാക്ക് വർക്കിംഗ് അല്ല, ഫ്രണ്ടിൽ നിന്നുള്ള വർക്കിംഗ്. അസസിങ് ഓഫീസർ ഇവിടെ ഇരുന്ന് നമ്മുടെ മെർസിഡീസ് ബെൻസ് ജർമ്മനിയെ വിളിച്ചു, ഇങ്ങോട്ടേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ബെൻസേ പറ, നിങ്ങൾക്ക് ഈ കാർ ഉണ്ടാക്കാൻ എത്ര കാശായി? അതിൽ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്സ്, അതായത് കോസ്റ്റ് എടുത്ത് എല്ലാം എടുത്ത് ടോട്ടൽ കോസ്റ്റ് അങ്ങോട്ട് കണ്ടുപിടിക്കുക. നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയുണ്ട് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചിലവ് വന്നു, ഇവിടെ എന്ത് ചിലവ് വന്നു. ഓരോന്നും ഈ പുള്ളി എവിടെ ചോദിച്ച് കണ്ടുപിടിച്ച് ഫാക്ടറിയിലെ കാര്യം വരെ കണ്ടുപിടിച്ച് കോസ്റ്റ് കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് നമ്മുടെ അസസബിൾ വാല്യൂ എത്താനുണ്ട്. ചടങ്ങല്ലേ? നടക്കുമോ പറയണ്ടോ? ഇല്ല, എന്തായാലും നടക്കില്ല. ഭയങ്കര പാടായിരിക്കും. ഇനി അങ്ങനെ നടന്നിട്ടുണ്ടായേക്കാം, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ആക്ച്വലി പോസിബിൾ. അപ്പോൾ കമ്പ്യൂട്ടർ വാല്യൂ എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽസ്. ഇത് ഉണ്ടാക്കാൻ വന്ന മെറ്റീരിയൽ, ഇത് ഉണ്ടാക്കാൻ വന്ന കോസ്റ്റ്, ഇതിന്റെ പണിക്കാരുടെ കോസ്റ്റ്, ഇതിന് വേറെ വല്ല കോസ്റ്റ് ഉണ്ടെങ്കിൽ അത്, വേറെ ജനറൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത്, എന്തൊക്കെ എക്സ്പെൻസീവ് വന്നിട്ട് ഒക്കെ എടുക്കുക. 10-2 പറയുന്നില്ല, ട്രാൻസ്പോർട്ട്, ഇൻഷുറൻസ് ഒക്കെ എടുക്കുക. ആഡ് ചെയ്ത് കൊണ്ടുപോകുക. തലവേദനയാണത്, ഭയങ്കര പാടാണ്. അത് 8 പറയണേ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തിയത്? നമ്മളിപ്പോൾ 1 6 കഴിഞ്ഞ് നേരെ 7ലേക്ക് വരാം, 7 8ലേക്ക് വന്നുകൊണ്ടു. അല്ലെങ്കിൽ 6 പറയുന്നത് 8ലേക്ക് വാ, അല്ലെങ്കിൽ 7ലേക്ക് വാ. അപ്പോൾ നമ്മളിപ്പോൾ റൂൾസ് നോക്കുകയാണെങ്കിൽ 3 + 10 പഠിച്ചു, 4 5 6 7 8 പഠിച്ചു. ഇത്ര റൂൾസ് ഉണ്ട് അല്ലേ? പിന്നെ 9 ഉണ്ട്, 10 നമ്മൾ കണ്ടു, 11 12 നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചത് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഡൺ അല്ലേ? ഇത്രയല്ലേ ഡൺ? അല്ലല്ല, 9 ആയില്ല. 8 എത്തി, 10 കണ്ടു, 11 കണ്ടു, 12 കണ്ടു. 9 എന്താ പറഞ്ഞത് അറിയാമോ? പഠിച്ച പണി 18 നോക്കി, 3 10 നോക്കി കിട്ടിയില്ല, 4 നോക്കി കിട്ടില്ല, 5 നോക്കി കിട്ടില്ല, 6 പ്രകാരം 7 8 നോക്കി, വാല്യൂ കിട്ടിയില്ല സാറേ. എന്നാൽ ഞാൻ അങ്ങോട്ട് ഒരു ഊഹത്തിലേക്ക് നടത്താൻ പോകാം. എൻ്റെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഞാൻ ആരാ? കസ്റ്റംസ് ഓഫീസർ പറയാണ്, എനിക്കറിയാവുന്ന അറിവ് വെച്ച്, എനിക്കുള്ള നോളജ് വെച്ച് ഞാനോട് തീരുമാനിക്കാൻ പോവാണ് ഈ കാറിന് ഇത്രയും രൂപയാവും. പക്ഷേ തീരുമാനിക്കുമ്പോൾ ഞാൻ ഉറപ്പുവരുത്താം റീസണബിൾ മീൻസ് വെച്ചാണ് തീരുമാനിക്കുന്നത്, നിയമപ്രകാരമായിട്ടാണ് തീരുമാനിക്കുന്നത്. ഈ റൂൾസ് എല്ലാം ആപ്ലിക്കബിൾ ആവേണ്ട രീതിയിലൊക്കെ ഞാൻ നോക്കിയിരുന്നു. പിന്നെ എല്ലാ ഡേറ്റയും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ആ ഡേറ്റ വെച്ചിട്ടാണ്, ഈ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ തീരുമാനം എടുക്കുകയാണ് ഇന്ന ഗുഡ്സിന്, ഈ ഗുഡ്സിന് 3.5 കോടി രൂപ വരും. മനസ്സിലായോ? അത്രയുള്ള സംഗതി. യെസ്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ കേസാണ് റൂൾസ് 3 4 5 6 7 8 9. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം, നമ്മുടെ നോട്ടിലേക്ക് പോകാം. റൈറ്റ്. അപ്പോൾ 3 10 എന്താ? നമ്മുടെ നോർമൽ ട്രാൻസാക്ഷൻ വാല്യൂ കാൽക്കുലേഷൻ. 4 എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിക്കൽ ഗുഡ്സ്. ബെൻസ് ഇതിനു മുമ്പ് വേറെ വിറ്റുപോയിട്ടുണ്ടോ? 5 എന്ന് പറയുന്നത് സിമിലർ ഗുഡ്സ്, BMW ഇതേപോലത്തെ വിറ്റുപോയിട്ടുണ്ടോ? 6 എന്ന് പറയുന്നത് എന്താ? ഗോ ടു 7 and 8. 7 എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് മെത്തേഡ്. 8 എന്ന് പറയുന്നത്
കമ്പ്യൂട്ടഡ് മെത്തേഡ്. 9 എന്ന് പറഞ്ഞാൽ എന്താ? റെസിജ്വൽ മെത്തേഡ്, മിച്ചമുള്ള വെച്ചാണ് കണ്ടുപിടിക്കുക. ഈ 10 ഈ 3ന്റെ കൂടെ. 11 എന്ന് പറഞ്ഞാൽ എന്താ? വന്നിറങ്ങുമ്പോൾ തന്നെ ഞാൻ സത്യവാങ്മൂലം കൊടുക്കും, ഡിക്ലറേഷൻ കൊടുക്കുന്നത്. 12 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർ ഓഫീസർ ആക്സെപ്റ്റ് ചെയ്യുന്ന റിജക്ട് ചെയ്യുന്ന പറയുന്നത് എന്റെ സത്യവാങ്മൂലം അല്ലേ? ഇതാണ് വാല്യുവേഷൻ. ഇത്രയുള്ള പരിപാടി. അപ്പൊ നമ്മളങ്ങനെ റൂൾസ് ഓഫ് വാല്യുവേഷൻ ഫോർ ഇമ്പോർട്ട് കണ്ടു. ഇനി ഇതേ സമയം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോകണമെങ്കിലേ ഇമ്പോർട്ട് വാല്യുവേഷൻ റൂൾ, എക്സ്പോർട്ട് വാല്യുവേഷൻ റൂൾസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എവിടെയാ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ഉടനെ വന്നുണ്ട്. ഇതാ ക്ലാസിഫിക്കേഷൻ. ഞാൻ പറയാം, ക്ലാസിഫിക്കേഷൻ എന്ന സാധനം പഠിക്കണമെന്ന് പറയാം. ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ പറഞ്ഞുതരാമെന്ന് പറയില്ലേ, പക്ഷെ പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ ഇത്രേ ഉള്ളൂ, ഒരു തിയറി സെക്ഷനാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കും, മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു നോട്ട് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരുകയും ചെയ്യാം. അപ്പം നോട്ടിൻ്റെ ആവശ്യമില്ല, കാരണം അത് കുറേ ഉണ്ട്. അത് പണ്ടത്തെ സിലബസ് വെച്ചിട്ട് ഇപ്പോൾ അത് വെട്ടിച്ചുരുക്കി. വാല്യുവേഷൻ 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 ഇവിടെ, വാല്യുവേഷൻ ഇവിടെ ഡ്യൂട്ടീസ് പറഞ്ഞിട്ടാട്ടോ ഇതിലേക്ക് പോകണേ. ഡ്യൂട്ടീസ് പറഞ്ഞിട്ടാണ് വാല്യുവേഷനിലേക്ക് പോകണേ. ഞാൻ വാല്യുവേഷൻ പറഞ്ഞിട്ടാണ് ഡ്യൂട്ടിയിലേക്ക് പോകണേ. എൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വാല്യുവേഷൻ റൂൾസ്. യെസ്, വാല്യുവേഷൻ റൂൾസ്. 14.1 നമ്മൾ കണ്ടത്. 14.1 നമ്മൾ വാല്യുവേഷൻ റൂൾസ് ഇവിടെ. യെസ് 3, 4, 5, 6, 7, 8, 9. 6 ഇവിടെ വന്നില്ല, കാരണം ഞാൻ 6 വാല്യുവേഷൻ റൂൾ അല്ല. നമ്മൾ 3, 4, 7, 8, 9, 10 കണ്ടു. നമ്മൾ ഒക്കെ കണ്ടതാണ്, ഇതൊക്കെ കണ്ടതാണ്. നമ്മൾ ഈ കണ്ട ആ ടേബിളില്ലേ, ആ ടേബിൾ തന്നെയാണിത്. ഇത് കുറച്ചും കൂടെ നന്നായിട്ട് വലിയൊരു ടേബിളിൻ്റെ ഒന്നുകൂടെ തരുന്നതായിരിക്കും. അത് നോക്കി പഠിച്ചാൽ മതി. പക്ഷേ നമ്മുടെ എക്സാമിന് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അത് ഞാൻ ആദ്യം കാണിച്ച ടേബിളില്ല, അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ ഇത്രയും വലിയൊരു ടേബിൾ ഞാൻ തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾ പഠിക്കുക. താഴത്തേക്കോട്ടെ. വേറെ എക്സ്പോർട്ട് വാല്യുവേഷൻ റൂൾസ്. ഇതൊക്കെ 5 ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് കിടപ്പുണ്ട്. വേറെ റിജക്ഷൻ. യെസ് ഇതല്ല. യെസ്, വാല്യൂ ഓഫ് എക്സ്പോർട്ടേഷൻ. കസ്റ്റംസ് വാല്യുവേഷൻ എക്സ്പോർട്ട് വരുമ്പോഴുണ്ട് ഇങ്ങനെ റൂൾ 1, 2, 3, 4, 5, 6, 7, 8 റൂൾസ്. ഈ 8 റൂൾസും ഉണ്ട്. ഇത് തിയറിറ്റിക്കലി മാത്രം അറിയേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞാനിതിനെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ കേസ് വായിച്ചോട്ട് മനസ്സിലാക്കി മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിടാം. അപ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ. ഓൾമോസ്റ്റ് നമ്മൾ ഈ കണ്ട സെയിം സാധനങ്ങളൊക്കെ തന്നെ അവിടെയുള്ളത്. ഇപ്പം നമ്മൾ വാല്യുവേഷൻ പ്രകാരം നമുക്കവിടെ വാല്യൂ കിട്ടി അല്ലേ? വാല്യുവേഷൻ പ്രകാരം നമുക്കവിടെ വാല്യൂ കിട്ടി. യെസ്. അപ്പോൾ വാല്യൂ കിട്ടിയതിൻ്റെ ഒരു കംപ്ലീറ്റ് സമ്മറി നമുക്കൊന്ന് കാണാം. എപ്പോഴും വാല്യുവേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ എക്സ് ഫാക്ടറി പ്രൈസ് വെച്ച് തന്നെ തുടങ്ങുക. എക്സ് ഫാക്ടറി പ്രൈസ് പറഞ്ഞാൽ ജർമ്മനിയിൽ ആ ഷോറൂമിൽ നിന്നുള്ള പ്രൈസ്. ആ ഷോറൂമിൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താ ബെൻസിന് കോസ്റ്റ് വന്നത്, അതിൻ്റെ കൂടെ അവിടെ നിന്ന് ജർമ്മൻ പോർട്ടിലേക്കുള്ള ഫ്ലൈറ്റ്, അത് ലോറി കയറ്റി വിട്ടു, അതിന് ഇൻഷുറൻസ്, ഇനി എന്തെങ്കിലും എക്സ്പെൻസ് നമ്മുടെ ജർമ്മൻ പോർട്ട് വരെ ഉണ്ടെങ്കിൽ അത്. ഇത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും ഫ്രീ അലോങ് സൈഡ്. ഇപ്പം എന്തെത്തി, ജർമ്മൻ കരയിലെത്തി, ഷിപ്പ് കയറാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി ഷിപ്പ് കയറണം. ഷിപ്പ് കയറുമ്പോൾ എന്തൊക്കെ കോസ്റ്റ് വരും? ഷിപ്പിലേക്ക് കയറ്റാനുള്ള കോസ്റ്റ് വരും. ഇനി ആ കൺട്രിയിൽ നിന്ന് പുറത്തേക്ക് ഒരു സാധനം പോകുമ്പോൾ അതിന് എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടോ, അതുണ്ടെങ്കിൽ അതും വരും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അത് രണ്ടും കൂടെ ആഡ് എന്തായി? ഷിപ്പിലേക്ക് വണ്ടി കയറ്റി, കാറ് ഷിപ്പിലേക്ക് കയറ്റി, ഫ്രീ ഓൺ ബോർഡ് ആയല്ലോ. ഇനി എന്താ? റൂൾ 10(1) പ്രകാരമുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്. എന്തെങ്കിലും കോസ്റ്റുകളിൽ കയറ്റേണ്ടായിരുന്നു, പക്ഷെ കയറ്റാൻ വിട്ടുപോയി. ഏതൊക്കെയത്? ഒന്ന്, എനി സെല്ലിംഗ് കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ്. സെല്ലിംഗ് ബ്രോക്കറേജ്, എന്തെങ്കിലും കണ്ടെയ്നർ, എന്തെങ്കിലും കോസ്റ്റ് ഓഫ് പാക്കിംഗ്. പക്ഷെ ഓർക്കുക, എനിക്ക് കാറ് ഇതിങ്ങനെ പെട്ടിയിലാണ് തന്നയച്ചത്, എനിക്കൊരു പെട്ടിയിലാണ് കാറ് തന്നയച്ചത്. ഇന്ത്യയിലെത്തിയപ്പോൾ ജർമ്മൻകാർ പറഞ്ഞു ഈ പെട്ടി തിരിച്ചയക്കണമെന്ന്. തിരിച്ചയക്കണ പെട്ടിയാണെങ്കിൽ ഈ കോസ്റ്റുകളെ കയറ്റണ്ട കേട്ടോ, ഈ കോസ്റ്റുകളെ കയറ്റണ്ട. റിട്ടേണബിൾ ഓർ റീയൂസബിൾ കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ വേണ്ട. ഓക്കെ, അതർ ദാൻ റീയൂസബിൾ കണ്ടെയ്നേഴ്സ്. റീയൂസബിൾ അല്ലാത്ത ഏത് കണ്ടെയ്നറിനെ കോസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ കോസ്റ്റിന് വന്നപ്പോൾ പെട്ടിയുടെയും ബാക്കിയിൽ അതിനും കാര്യമായി. ഇനി വേറെ എന്തെങ്കിലും അസിസ്റ്റൻസ്, ഇമ്പോർട്ടർ, സപ്ലയർ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അതെ നമുക്ക് ഈ വണ്ടി തന്നപ്പോഴേ നമ്മുടെ അടുത്ത് പറയാം, സുഹൃത്തെ ഈ വണ്ടിയുടെ ടയർ നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ കിട്ടില്ല, അപ്പോൾ ടയർ ഞാനൊരു 4 തരാം, അത് വെച്ചോ. ഈ വണ്ടിക്ക് വേണ്ട വേറെ എന്തെങ്കിലും സാധനം, ഇപ്പം എന്താ കാറിന് വേണ്ടി ഇപ്പോൾ വൈപ്പറിൻ്റെ ബ്ലേഡ് അത് കിട്ടില്ല, അത് ഞാൻ ഒരു 10 സെറ്റ് തരാം, അതും വെച്ചോ. ഇങ്ങനെ പല സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് വില കുറച്ചാൽ തന്നു. അങ്ങനെ തന്നെ അതിൻ്റെ വാല്യൂ കേട്ടണം വേണ്ടേ? ആ കാറിൻ്റെ വാല്യൂള്ളതല്ലേ ഇത്, ഒരു പാക്കേജ് ആയിട്ടല്ലേ വരണേ. ഇപ്പോൾ എങ്ങനെ ഒരു എക്സാമ്പിൾ വരിക, നിങ്ങളിപ്പോൾ ഒരു സാധനം മേടിക്കുമ്പോൾ പെട്ടിക്ക് അത് പല കിറ്റായിട്ടൊക്കെ വരില്ലേ കുറേ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും ഉൾപ്പെടെയല്ലേ വരണേ. ഇനി ഈ വണ്ടിയുടെ സസ്പെൻഷൻ കേടായി കഴിഞ്ഞത് രണ്ടാമത് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജർമ്മൻകാർക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കേണ്ട വല്ല, അല്ലെങ്കിൽ സസ്പെൻഷൻ വേണ്ട, വേറെ എന്തെങ്കിലും പാർട്ട്, ആ പാർട്ട് ഉണ്ടാക്കേണ്ട ഡൈയോ മോൾഡോ അങ്ങനെ വല്ല സാധനം ഈ കാറിൻ്റെ റിലേറ്റഡ് എന്തെങ്കിലും തന്നു. ഇനി ഈ കാറിൽ ഉപയോഗിക്കേണ്ട വല്ല മെറ്റീരിയൽസ്, ഈ കാറിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ട എഞ്ചിൻ ഓയിൽ, ആ എഞ്ചിൻ ഓയിൽ ഇവർ നമുക്ക് തന്നു, അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യണ്ടേ. ഇനി
ഈ കാറ് എഞ്ചിനീയർ ചെയ്യാൻ ചിലപ്പോൾ അമേരിക്കയിൽ ജർമ്മനിയിലുള്ള ഒരാളെ കൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് എഞ്ചിനീയർ ചെയ്തതിനൊരു വല്ല ഫീച്ചർ വെച്ചിട്ടുണ്ടാവും, ഒരു സ്പോർട്ട് ഫീച്ചർ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതിൻ്റെ ഒരു ആർട്ട് വർക്ക്, ഒരു പെയിന്റ് ജോബ്, ഒരു കസ്റ്റം പെയിന്റിങ് ഞാൻ ജർമ്മനിയിൽ വെച്ച് ചെയ്യിച്ചിട്ടുണ്ടാവും. ഡിസൈൻ, പ്ലാൻ, സ്കെച്ചസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്ത്യയുടെ പുറത്ത് വെച്ച് ചെയ്യിച്ചത് അതിവിടെ വേണം. പക്ഷെ അതേസമയം ഞാൻ ഇന്ത്യയിൽ എൻ്റെ ഫ്രണ്ട് ഉഗ്രം പെയിൻറ്ററാണ്, അവനോട് പറഞ്ഞിട്ടൊരു ഡിസൈൻ വരച്ചു തരാൻ. അവൻ്റെ ഡിസൈൻ എനിക്ക് വരച്ചു തന്നു. എന്നിട്ട് ഈ ഡിസൈൻ ഞാൻ ജർമ്മനിയിലേക്ക് അയച്ചു. അപ്പം ഇതിന് കോസ്റ്റ് ഞാൻ ഇവനോട് ഒരു 10 ലക്ഷം കൊടുത്തു നോക്കി. അപ്പം ഈ ഡിസൈൻ ജർമ്മനിയിലേക്ക് അയച്ചു. ഈ സാധനം ജർമ്മനിയിൽ പോയി, ജർമ്മനിയിൽ നിന്ന് അത് കാറിലേക്ക് പെയിൻ്റൊക്കെ അടിച്ച് എനിക്ക് കാറായിട്ട് തിരിച്ചു വന്നു. അപ്പം ഇതിന് ഡിസൈനിങ് ചാർജസ് ഇന്ത്യയിലെ പേ ചെയ്തത്. കാരണം ഞാൻ ഇന്ത്യയിലല്ലേ, ഇന്ത്യയിൽ പേ ചെയ്തല്ല വേണ്ടത്, ഇന്ത്യയുടെ പുറത്താണ് ഞാൻ പേ ചെയ്തേക്കണമെങ്കിൽ. അപ്പോൾ പുറത്തുള്ളൊരു സായിപ്പ്, അതായത് ജർമ്മനിക്കാരനോടാണ് ഞാൻ പറഞ്ഞ കാർ പെയിൻ്റ് അടിച്ചാൽ മതി, അത് കേട്ടണം. ഇനി വേറെ എന്തെങ്കിലും റോയൽറ്റിയോ എന്തെങ്കിലും ലൈസൻസ് ഫീസോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ജർമ്മനിയിലേക്ക് കൊടുക്കാനുണ്ടോ ഈ കാറിൻ്റെ പേരിൽ, അത് ആഡ് ചെയ്യണം. ഇനി ഞാനിത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം ജർമ്മനിക്ക് കൊടുക്കാനുണ്ടോ, അത് ആഡ് ചെയ്യണം. വേറെ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടോ, അത് ആഡ് ചെയ്യണം. പക്ഷെ ഒന്ന് ഓർക്കുക, ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഡിവിഡൻഡ് ജർമ്മനിയിലേക്ക് ഞാൻ വല്ല ഡിവിഡൻഡ് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ കേട്ടോ. അത് വേണ്ട, ഡിവിഡൻഡ് സെയിൽ പ്രൊസീജിയറിൻ്റെ ഭാഗമല്ല, അത് വേറെയാണ്. അപ്പം ഞാനെന്നുള്ള കേരളത്തിലുള്ള ബെൻസ് ഷോറൂം ജർമ്മനിയിലേക്ക് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ അത് വേണ്ട. ഇനി അതും കഴിഞ്ഞ് ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് റൂൾ 10 പ്രകാരമുള്ള 10(2) പ്രകാരമുള്ള അഡ്ജസ്റ്റ്മെന്റ്, ട്രാൻസ്പോർട്ടേഷനും ഇൻഷുറൻസും. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ലോഡിങ്, അൺലോഡിങ്, ഹാൻഡ്ലിങ്, ഇതിൽ പല രീതിയിൽ വരാം കേട്ടോ. പക്ഷേ ഇതാണ് നമ്മുടെ കര. ഷിപ്പ് പറഞ്ഞ ഷിപ്പ് ഇവിടെ വരെ വരുള്ളൂ. ഇതിൽ നമ്മുടെ കാറൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ആഴമില്ല, പക്ഷെ പിന്നെ അടി തട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചെറിയ ബോട്ട് വിട്ടു. ചെറിയ ബോട്ട് ഇങ്ങനെ പോയിട്ട് പെട്ടിയിലേക്ക് ആക്കി ഇത് ഇവിടെ കൊണ്ട് ഇവിടെ ഇറക്കി തന്നു. അതിനെ ലൈറ്റ് റേജ് ബാർജ് എന്നൊക്കെ പറയും. അതും ട്രാൻസ്പോർട്ടേഷൻ്റെ കൂടെ തന്നെ വന്നതാണ്. അപ്പം നമുക്ക് ആക്ച്വലി ഉള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി ആക്ച്വലി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ FOBയുടെ 20% എടുക്കുക. FOBയുടെ 20%. പക്ഷെ ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്, വേറെ വളരെ ഹൈലൈറ്റ് ചെയ്യാം നമുക്കത്, ഓറഞ്ച് ഹൈലൈറ്റ് ചെയ്യാം. എയറിലാണ് വന്നെങ്കിൽ, ഫ്ലൈറ്റിലാണ് വന്നെങ്കിൽ ആക്ച്വൽ ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കണ്ട. ഈ രണ്ടും നോക്കുക. രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ലോവർ എടുക്കുക. വെള്ളത്തിൽ കൂടെ വേണമെങ്കിൽ എങ്ങനെയാ? ആക്ച്വൽ ഉണ്ടോ? ആക്ച്വൽ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ 20%. എയറിൽ കൂടെ വേണമെങ്കിലോ ആക്ച്വലും 20% കമ്പയർ ചെയ്ത് ലോവർ എടുക്കുക. ഇനി വരുന്നു ഇൻഷുറൻസ് സിമ്പിളാണ്. ഇൻഷുറൻസിൻ്റെ കേസ് എന്താ പറയുന്നത്? ആക്ച്വൽ ഉണ്ടോ എടുക്ക്, അത് എയർ ആയാലും ഏതായാലും. ആക്ച്വൽ ഇല്ലേ ഈ FOBയുടെ ഇതിൻ്റെ 1.125%. ഓക്കെ, അങ്ങനെ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ അസസബിൾ വാല്യൂ കിട്ടി. കേസ് ക്ലോസ്ഡ്. ഇങ്ങനെയാണ് അസസബിൾ വാല്യൂ കസ്റ്റംസിൽ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ സംഗതി? ഇത്രേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. അങ്ങനെ നമുക്ക് അസസബിൾ വാല്യൂ കിട്ടി. ഈ അസസബിൾ വാല്യൂയുടെ പുറത്താണ് നമ്മൾ ഡ്യൂട്ടി ചാർജ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബുക്കിലെ ഈ ഡ്യൂട്ടി പഠിപ്പിച്ചിട്ടാണ് ഇത് പഠിപ്പിച്ചിരുന്നത്. ഞാൻ തിരിച്ചാ പഠിപ്പിച്ചത്. കാരണം മനസ്സിലായില്ലേ? അതാണ് ഓർഡർ. അപ്പോൾ ആ ഒരു ഓർഡറിൽ പഠിച്ചാലേ നമ്മുടെ ഈ പഠനത്തിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സോഫാർ കണ്ടത് എന്താ? നമ്മൾ കണ്ടു കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുഡ്സിന് മാത്രം വരുന്നതാണ്. ഗുഡ്സ് ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വരുന്നതാണ്. എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ്പോർട്ട് ഡ്യൂട്ടി വരും, ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടി വരും. യെസ്, ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടതാണ്. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? വാല്യൂ ഇൻറ്റു റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഇൻറ്റു റേറ്റ് ഓഫ് ഡ്യൂട്ടി, ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ വാല്യുവേഷൻ നമുക്ക് ഇമ്പോർട്ടിനുണ്ട്, എക്സ്പോർട്ടിനുണ്ട്. ഇമ്പോർട്ടിൻ്റെ വാല്യൂ എങ്ങനെയാണ്, എക്സ്പോർട്ടിൻ്റെ വാല്യൂ എങ്ങനെയാണെന്നുള്ളതുണ്ട്. എക്സ്പോർട്ടിന് നമ്മൾ തൽക്കാലം നോക്കിയിട്ടില്ല, ഇമ്പോർട്ടിനെയാണ് നോക്കിയത്. കാരണം ഇതാണ് നമ്മുടെ സിലബസിൻ്റെ മെയിൻ പാർട്ട്, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇനി ഇമ്പോർട്ടിൻ്റെ വാല്യുവേഷൻ നമ്മൾ കണ്ടു. അടുത്തത് കാണാൻ പോകുന്നത് വാല്യുവേഷൻ റൂൾസ് പ്രകാരം ഇമ്പോർട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇതിൻ്റെ പുറത്ത് എങ്ങനെ ഡ്യൂട്ടി, ടൈപ്സ് ഓഫ് ഡ്യൂട്ടി എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഏതാണ്ട് 40 മിനിറ്റ്സ് പ്ലസ് ആയില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോയുടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് കാണാം. ഓക്കെ, സോ റൈറ്റ്, അത്രേ ഉള്ളൂ. ഈ വീഡിയോ അത്ര മതി. നമുക്ക് അടുത്ത വീഡിയോ ടൈപ്സ് ഓഫ് ഡ്യൂട്ടി കാണാം. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമുക്ക് അസസ്മെന്റ് വാല്യുവേഷൻ പ്രൊസീജിയറും കാണാം. ഓക്കെ, അപ്പോൾ അതോടുകൂടെ നമുക്ക് കസ്റ്റംസിന്റെ സിലബസ് കൊണ്ട് ക്ലോസ് ചെയ്യാം. സോ ടൈപ്സ് ഓഫ് ഡ്യൂട്ടി, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കുള്ള അസസ്മെന്റ്, അതിൻ്റെ കൂടെ കുറച്ച് ഇല്ലസ്ട്രേഷൻസ്. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റംസിന്റെ സിലബസ് ആസ് ഫാർ ആസ് ഇമ്പോർട്ട്സ് ആർ കൺസേൺ നമുക്ക് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിലബസിലുണ്ട് എക്സ്പോർട്ടിന്റെ വാല്യുവേഷൻ, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വളരെ കുറച്ച് തിയറി ഇട്ടിട്ടുള്ളൂ. ഇനി എക്സ്പോർട്ടിന്റെ അസസ്മെന്റും കൂടെ ബുക്കിലുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചെയ്യാം. ആൻഡ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു മിസ്സലേനിയസ് ആയിട്ട് ഇത് രണ്ടും കൂടെ ഒറ്റ വീഡിയോ മതി കേട്ടോ. ഒറ്റ വീഡിയോ, വളരെ ചെറിയ വീഡിയോ ആയിരിക്കും. അത് ഈ വീഡിയോയുടെ ലെങ്ത് പോലും ഉണ്ടാവില്ല, ഇത് മൊത്തം എടുക്കുമ്പോൾ എക്സ്പോർട്ടിന്റെ. പിന്നെ കുറച്ച് ഡെഫിനിഷൻസിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് നോക്കാം.
അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ 1 വീഡിയോ ഫോർ ടൈപ്സ് ഓഫ് ഡ്യൂട്ടി, ഇതിനെല്ലാത്തിനും കൂടെ വേറെ വീഡിയോ. ഇപ്പോൾ 1, ഇതിന് 1, ഇപ്പോൾ 1 + 1 2 + 1 3 + 1 4, ഒരു 4 വീഡിയോസും കൂടെ കൊണ്ട് കസ്റ്റംസ് നമുക്ക് തീർക്കാം. യെസ്, സോ റൈറ്റ്, അത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോൻ്റെ കണ്ടന്റ്. നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ കൂടുതൽ കണ്ടന്റോ വേണം ഈ ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു പുട്ട് ഇറ്റ് അക്രോസ്. ഓക്കെ, ചെയ്ത് എത്രയും വേഗം അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ വേറെ എന്താ ഉള്ളത്? അത്രേ ഉള്ളൂ. ആൻഡ് ആസ് ഐ ഓൾവേസ് സേ, ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ലീവ് സം കമന്റ്സ്. നിങ്ങളുടെ കമന്റ്സ് വായിക്കുന്നത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. സോ വാട്ട് എവർ യുവർ കമന്റ്സ് ആർ, അത് പോസിറ്റീവ് നെഗറ്റീവ് ആയാലും പ്ലീസ് ഡു ഷെയർ ദം. ഓക്കെ, കാരണം ഐ സീ ദോസ് കമന്റ്സ് ആസ് മൈ കൺസ്ട്രക്റ്റീവ് ഇൻപുട്സ് ഫോർ ഗെറ്റിംഗ് ബെറ്റർ. അത്രേ ഉള്ളൂ. So tata, take care, goodbye. This is Nishant Raghunath signing off, wishing you the very best for your upcoming examinations. Bye bye.